ഹരി ഓം. എല്ലാ സാധകർക്കും മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ഒരു സാധകനാണ് എന്ന് എനിക്ക് എപ്പോഴാണ് ബോധ്യപ്പെട്ടത്? ഞാൻ സാധന ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഞാനൊരു സാധകനാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. ആ സാധന എന്നിലേക്ക് എത്തിയതോ ഞാൻ ഒരു ഗുരുവിൻ്റെ അടുത്തെത്തിയപ്പോഴാണ്. അപ്പോൾ ഞാനൊരു സാധകനാണ് എന്ന് പറയാൻ എനിക്ക് എന്ത് അധികാരമാണുള്ളത്? ഗുരു തന്ന സാധന എന്നെ തിരിച്ചറിയാൻ ഉപകരിച്ചു എന്നുണ്ടെങ്കിൽ എനിക്ക് സാധകനാണ് എന്ന് അഭിമാനിക്കാൻ ഒരവകാശമില്ല. ഗുരു തന്ന സാധന എന്നിലെ സാധകനെ ഉണർത്തിയെങ്കിൽ ആ സാധന വഴിയാണ് എൻ്റെ ലക്ഷ്യത്തെ ഞാൻ തിരിച്ചറിയേണ്ടത്. എന്നിലെ സാധകനെ ഉണർത്തിയപ്പോൾ എന്നിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നും ഇപ്പോൾ എന്നിൽ ഉള്ളത് എന്താണ് എന്നും ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് ഗുരു ആരാണെന്നും ഞാൻ ആരാണെന്നും ഉള്ളൊരു ചോദ്യം ഉള്ളിൽ ഉദിച്ചത്. ഗുരു ആ ചോദ്യത്തിന് ഉത്തരം നൽകും. എപ്പോഴാണ് ആ ഗുരു നമുക്ക് ഉത്തരം നൽകുന്നത്? നമ്മൾ ഒരു ഒഴിഞ്ഞ കപ്പായി തീരുമ്പോഴാണ് ഗുരു നമുക്ക് ഉത്തരമായി മാറുന്നത്. ഈ ഒരു ചിന്തയെ മോദിജിയുടെ പ്രേമസാഗര തീരെ എന്ന ഈ ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സത്സംഗം ചെയ്യുന്ന ആ ശ്രേഷ്ഠ വ്യക്തിത്വത്തിൻ്റെ പേര് ഡോക്ടർ വൃന്ദ മാധവൻ എന്നാണ്. ജി ഒരു ആയുർവേദ ഡോക്ടറാണ്, കാസർഗോഡ് നിന്നുള്ള വ്യക്തിയാണ്. നമുക്ക് ഡോക്ടർ ജിയെ യോഗ തെറാപ്പി എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ ജി, അങ്ങ് ഒരു ആയുർവേദ ഡോക്ടറാണ്. എങ്ങനെയാണ് അങ്ങ് ഈ പ്രൊഫഷൻ, ഡോക്ടർ പ്രൊഫഷൻ ആണെങ്കിലും യോഗയിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി? ഞാൻ ചെറുപ്പം മുതലേ യോഗ ചെയ്യുന്ന ഒരാളാണ്. ചെയ്യുന്ന ഒരാളെന്ന് വെച്ചാൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം കുടുംബത്തിലൊരു സ്വാമിജി ഉണ്ടായിരുന്നു. സ്വാമിജീൻ്റെ പേര് ചിദാനന്ദഗിരി എന്നാണ്. ഗരുഡ ഗുഹാശ്രമത്തിലെ സ്വാമിജി ശ്രീ ചിദാനന്ദഗിരി. മൂകാംബിക ക്ഷേത്രത്തിനടുത്താണ് ഈ ആശ്രമം. അപ്പം കുടുംബത്തിലെ ഒരാളായതുകൊണ്ട് അച്ഛൻ എപ്പോഴും അവിടെ പോവുമായിരുന്നു. അപ്പോൾ എല്ലാ ലീവും നമുക്ക് അവിടെ മൂകാംബിക പരിസരത്താണ്. ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സൺഡേസ് വരുമ്പോൾ, അല്ലെങ്കിൽ സമ്മർ വെക്കേഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഈ എന്താ പറയുക പൂജ ഹോളിഡേയ്സ്, മൂകാംബിക ക്ഷേത്രത്തിൽ പ്രധാനമായും നടക്കുന്ന ഒരു പരിപാടികളൊക്കെയാണല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറ് മൂകാംബിക ക്ഷേത്ര പരിസരത്ത് തന്നെയാണ്. അപ്പോൾ ശരിക്കും ചെറുപ്പം മുതൽ തന്നെ ഒരു 8 വയസ്സൊക്കെ ആയി കാണും. അതിന് മുന്നേ ഒന്നും അമ്മ സമ്മതിക്കാറില്ല പോവാൻ. അപ്പോൾ 8 വയസ്സൊക്കെ ആ ഒരു ഏജിൽ തന്നെ ഞാൻ ഈ കണ്ട് വളരുന്നത് ഒരുപാട് സ്വാമിമാരെയും ഒരുപാട് ഇങ്ങനെ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് എൻ്റെ മോസ്റ്റ് ഓഫ് ദ ഹോളിഡേയ്സ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഒരു സത്സംഗം പോലെ ആശ്രമത്തിലിരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ ആശ്രമത്തിൽ പോകുന്ന സ്വാമിജി നമുക്ക് പ്രസാദമായിട്ട് തരുന്നത് മിഠായിയാണ്. അപ്പോൾ ആ മിഠായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലിയ ഇൻട്രസ്റ്റോടെ അവിടെ പോവാറ്. പക്ഷേ ഈ ഒരു ഡ്യൂ ടൈമിൽ, ഈ കളിക്കുന്ന സമയത്തും ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. അപ്പം ഇത് എപ്പോഴാണെന്നറിയില്ല, ഒരുപാട് വർഷങ്ങൾ, എന്ന് വെച്ചാൽ ഏകദേശം എൻ്റെ ഒരു സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിയുന്ന ഏകദേശം ആ സമയം വരെ ഇതുതന്നെയായിരുന്നു പരിപാടി. ഈ വലിയ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ അതിൽ കുറേ റൈറ്റേഴ്സ് ഉണ്ടാവും, ഒരുപാട് സ്വാമിമാരുണ്ടാവും, അപ്പോൾ ഒരുപാട് സാധകരുണ്ടാവും. പക്ഷെ ടോട്ടലി ഇവരെല്ലാം മെഡിറ്റേറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ വന്നിരുന്ന് ഇവരുടെ ഈ സത്സംഗം ചിലപ്പം കേൾക്കും, പകുതി കേൾക്കും, ചിലപ്പം മുക്കാൽ കേൾക്കും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കമ്പൽസറി ആയിട്ട് ഞാൻ അത് എന്താ പറയുക, എനിക്കിഷ്ടമല്ലെങ്കിലും ഞാനത് കേൾക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെയാണ് എൻ്റെ യോഗ വളർന്നത്.
പക്ഷേ അപ്പോഴും സ്വാമിജി എന്നോട് പറയായിരുന്നു, നിൻ്റെ വഴി യോഗയാണ്. ഭയങ്കര നോളജുള്ള ഒരു സ്വാമിജിയായിരുന്നു. ഏത് വിഷയം സംസാരിച്ചാലും സ്വാമിജിക്ക് ഉത്തരവുണ്ട്, ഒരുപാട് പറയാനും ഉണ്ടായിരുന്നു എൻ്റെ എല്ലാ ചോദ്യത്തിനും. അപ്പോൾ എന്ത് ചോദ്യമാണെങ്കിലും എൻ്റെ ഒരുപാട് സില്ലി ചോദ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഓറഞ്ച് കളറാണെങ്കിൽ ആപ്പിൾ എന്തുകൊണ്ട് ആപ്പിൾ ആയില്ല, ആ കളറിൻ്റെ പേര് ആപ്പിൾ ആയില്ല, ഇങ്ങനെ പല അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം തരുന്ന ഒരാളായിരുന്നു സ്വാമിജി. അപ്പോൾ സ്വാമിജി എപ്പോഴും എന്നോട് പറയും, നിൻ്റെ വഴി യോഗയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കൂടുതൽ എല്ലാം യുക്തിപരമായിട്ട് വിമർശിക്കുകയും എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഞാൻ കാണാത്ത സാധനം ഒരിക്കലും ഞാൻ വിശ്വസിക്കാറില്ല. അങ്ങനത്തെ ഒരു ബ്രെയിനാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന എന്നോട് സ്ഥിരം പറയുമായിരുന്നത് യോഗയാണ്. അപ്പം യോഗ എന്നെ പഠിപ്പിച്ചതും സ്വാമിജിയാണ്. യോഗ ആസനാസ് പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് യോഗാസന കഴിഞ്ഞ് എനിക്കൊരു 10-12 വയസ്സാകുമ്പോഴത്തേക്കും എന്നെ മെഡിറ്റേഷൻ പഠിപ്പിച്ചു തുടങ്ങി. സോഹം വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. അപ്പോഴൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു 2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബഹളം വെച്ച് അവിടെ നിന്ന് ഓടുമായിരുന്നു. പക്ഷെ അങ്ങനെ മെല്ലെ പഠിപ്പിച്ചെടുത്ത് ഏകദേശം ഞാനൊരു 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡൊക്കെ ആകുമ്പോഴത്തേക്കും മെഡിറ്റേഷനിൽ നന്നായി എനിക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു. ഒരുപാട് നേരം എല്ലാവരും വലിയവരിയ്ക്കുന്നത് പോലെ തന്നെ, നല്ല മെഡിറ്റേറ്റേഴ്സ് ഇരിക്കുന്നത് പോലെ തന്നെ ഞാൻ ഇരിക്കുമായിരുന്നു. പിന്നെ പലപ്പോഴും എഴുതാൻ ഞാൻ തുടങ്ങി. അപ്പോൾ സ്വാമിജി പറഞ്ഞു, എഴുതി തുടങ്ങുക, നിങ്ങളുടെ ഫീലിങ്സ് എഴുതി തുടങ്ങുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പം കൂടുതൽ ഞാൻ പഠിക്കാത്ത കാര്യങ്ങൾ, ഞാൻ കാണാത്ത കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ എഴുതി തുടങ്ങി. അപ്പോൾ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടുന്ന് എനിക്കെന്തോ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. എന്നാലും നമ്മളൊരു പ്രൊഫഷൻ ആലോചിക്കുമ്പോൾ 12th കഴിഞ്ഞിട്ട് അച്ഛൻ വക്കീലാണ്. അപ്പോൾ എന്നാലും അച്ഛൻ സൈഡ് ബൈ സൈഡ് യോഗ കൊണ്ട് നടക്കുമായിരുന്നു. യോഗാസനാസ് രാവിലെയും വൈകുന്നേരം ചെയ്യും, പ്രാണായാമം ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും. അപ്പോൾ ഇതൊക്കെ കണ്ടു വളർന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്നോട് ചോദിച്ചപ്പം ഞാൻ ആയുർവേദം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആയുർവേദം പഠിക്കുന്നത്. ആയുർവേദം പഠിച്ചു കഴിഞ്ഞ് പിന്നെയും ഞാൻ സൈഡ് ബൈ സൈഡ് യോഗ കൊണ്ടുവന്നു. അപ്പോൾ ക്ലാസ് ഒരുപാട് എടുക്കുമായിരുന്നു. അപ്പോൾ ആയുർവേദം പഠിച്ചു കഴിഞ്ഞിട്ടും ഞാൻ US-ലേക്കാണ് മാറിയത്. അപ്പോൾ US-ലും ഒരുപാട് യോഗ ക്ലാസ് എടുത്തു, ആയുർവേദത്തിൻ്റെ ക്ലാസ് എടുത്തു. ഈ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിൻ്റെ പിന്നിലെന്ന് വെച്ചാൽ പിന്നെ ഇതെങ്ങനെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ശരിക്കും യോഗ സാധകർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആപ്തനിൽ വിശ്വസിക്കുന്നവരാണ്. ഇപ്പോൾ ആയുർവേദ പുസ്തകം നമ്മൾ തുറന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു മനുഷ്യനല്ല എഴുതിയതെന്ന്. ഏതെങ്കിലും ഒരു ചരക സംഹിതയോ അല്ലെങ്കിൽ വാഗ്ഭടൻ്റെ പിന്നെ അഷ്ടാംഗ സംഗ്രഹം എന്തെങ്കിലും ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു മനുഷ്യനല്ല എഴുതി. മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അങ്ങനെ ഒരു സാധനം എഴുതാൻ പറ്റില്ല. പറ്റുമായിരുന്നു. അപ്പോൾ നല്ലൊരു ലാബും നല്ലൊരു റിസർച്ച് സെൻറ്ററും നല്ലൊരു റേഡിയോളജിക്കൽ സെൻറ്ററും പിന്നെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആണ് ഒരു മനുഷ്യൻ അത് എഴുതുന്നതാണെങ്കിൽ ഒരു 100 പേരുടെ സഹായത്താൽ നമുക്ക് അങ്ങനത്തെ ഒരു ബുക്ക് എഴുതാം. അപ്പോൾ അതോടുകൂടി എനിക്ക് മനസ്സിലായി ഇത് ഏതോ ഒരു അതീന്ദ്രിയ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിയ സാധനങ്ങൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ, അതായത് ആയുർവേദത്തിലെ മരുന്നുകൾ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ആ പറഞ്ഞ അതേ എഫക്റ്റ് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ആ പഴയ പുസ്തകം 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ഞാൻ വിചാരിച്ചു ഇതിലെവിടെയും എഴുതിയിട്ടില്ല ഇതെങ്ങനെയാണ് ഇത് എഫക്റ്റായി എന്നുള്ളത്. അപ്പോൾ ദ ഡേ ആൻഡ് ടൈം വെൻ വി ആർ റെഡി ടു എക്സ്പ്ലെയിൻ വൈ ഇസ് ഇറ്റ് സോ, അതാണ് അതിൻ്റെ ആ ഒരു പോയിൻ്റ് എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അത് എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചോദ്യം ഇപ്പോഴും ആൾക്കാർ ഒരുപാട് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഉത്തരം കൊടുക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ല ഒരാൾ ഇന്നില്ല. എബിലിറ്റി എന്തുകൊണ്ടില്ല? ആരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എല്ലാവരുടെ റീസൺസ് ബിഹൈൻഡ് ഇറ്റ് ശ്രമിക്കുന്നില്ല. ശരിക്കും ഇതിനൊക്കെ റീസൺസ് വേണമെന്നില്ല, ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. അതായത് മനുഷ്യൻ്റെ ഒരു ബുദ്ധി ഉള്ള ഒരാളല്ലല്ലോ ഇത് എഴുതിയത്. അപ്പം നമ്മൾ ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ചില ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് അത് മതിയാവില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു യോഗയാണ്. യോഗയിൽ ഒരുപാട് നമുക്ക് എന്താ പറയുക അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ആപ്തോപദേശത്തിൽ നമുക്ക് കിട്ടിയത് അത് ആപ്തൻ പറയുന്നുണ്ട്, ആചാര്യന്മാർ പറയുന്നുണ്ട് ഇത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്. എല്ലാവർക്കും യോഗ പറ്റില്ല, അറിയാൻ മനസ്സിലാവില്ല. അത് ആ ഒരു ബുദ്ധി ഇല്ല മനുഷ്യന്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നവൻ്റെ അടുത്തേക്ക് അതെത്തും.
ആ എത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അത് കൂടുതൽ അത് അറിവ് നേടും, അതിലേക്കൂടി അറിവ് നേടും. അപ്പോൾ അതാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഐ മൈറ്റ് ബി എ പേഴ്സൺ ഫോർ ഇറ്റ്. അങ്ങനെ തോന്നിയിട്ട് യോഗ കോഴ്സ് പലതും ചെയ്തു. അപ്പോൾ സ്വാമിജി ഒരു 20 വർഷം മുമ്പ് സമാധിയായി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അക്കാഡമിക്കലി യോഗയിൽ നീങ്ങിയത്. എന്ന് വെച്ചാൽ അത്രയും കാലം സ്വാമിജി ഉണ്ടായിരുന്നു എന്നെ വഴികാട്ടാനായി. അത് കഴിഞ്ഞ് സ്വാമിജി ഇല്ലാതായപ്പോൾ മുതൽ ഞാൻ സ്വന്തം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. എന്താണ് ഓരോന്നിനും എന്താണെന്നുള്ള അങ്ങനെ തുടങ്ങി. പിന്നെ ഒരുപാട് യോഗ കോഴ്സ്, എവിടെയെങ്കിലും യോഗ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേറെ എനിക്ക് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ഒന്നുമില്ല. എനിക്ക് കുടുംബത്തിലും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഈ വൺ മാൻ ഷോ ആയിട്ട് നടക്കുന്നത്. അങ്ങനെ ഒരുപാട് എല്ലാ യോഗ ക്ലാസ്സിലും ചെറുത് വലുതെന്ന് പറഞ്ഞിട്ട് എനിക്കില്ല. അത് ഒരു പ്രശസ്തനായ ഒരു ഗുരുവാണോ അല്ലെങ്കിൽ പിന്നെ അറിയാത്തൊരാ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എവിടെയാണെങ്കിലും ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പോയിരിക്കും, ഞാൻ കേൾക്കും. അപ്പോൾ ഏത് ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും കിട്ടും. അത് 100% ആ ക്ലാസ് മുഴുവൻ എനിക്ക് വേണ്ടത് ആണെങ്കിലും അല്ലെങ്കിൽ ചിലത് ചെറിയ ഏരിയയിലെങ്കിലും എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ വരും. അതെല്ലാം എൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായമായിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് പഠിപ്പിക്കണമെങ്കിൽ വി നീഡ് സം ക്വാളിഫിക്കേഷൻ. നമ്മളിപ്പോൾ ചെറിയ കോഴ്സ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അത് ശാസ്ത്രീയമായിട്ട് തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ MSc യോഗ തെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ MSc യോഗ തെറാപ്പി ചെയ്തു. പിന്നെ UGC നെറ്റ് ക്വാളിഫിക്കേഷൻ എടുത്തു. അപ്പോൾ എനിക്കിനിയിപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലും വേണമെങ്കിൽ പോയി പഠിപ്പിക്കാം. ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ മാനദണ്ഡം. അപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ക്വാളിഫിക്കേഷൻ അക്കാഡമിക്കലി നീങ്ങിയത്. അപ്പം ഒരുപാട് ഗുരുക്കളുണ്ട് എനിക്ക്, ഒരുപാട് എല്ലാ രീതിയിലും. ശ്രീ ഹരിബ്രഹ്മേന്ദ്ര തീർത്ഥ സ്വാമിജി വരെ എൻ്റെ ഗുരുവാണ്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും ഇപ്പം എനിക്ക് തോന്നുന്നു ആയുർവേദം പഠിച്ചത് യോഗ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആയുർവേദം പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പറയും ആയുർവേദം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹയർ സ്റ്റഡീസാണ് യോഗ എന്ന്. അല്ല, യോഗയാണ് എൻ്റെ മെയിനും. പക്ഷേ ആയുർവേദം പഠിച്ചെന്ന് വെച്ചാൽ ഒരുപാട് വേർഡ്സ് ആയുർവേദത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ യോഗ തെറാപ്പി മനസ്സിലാക്കണമെങ്കിൽ ആയുർവേദം അറിയണം, അല്ലാതെ യോഗ തെറാപ്പി മനസ്സിലാവില്ല. മെഡിക്കൽ ഫീൽഡ് കുറച്ച് അറിയണം, എന്നാൽ മാത്രമേ യോഗ തെറാപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് യോഗ തെറാപ്പിയിലേക്ക് ഞാൻ വരുന്നത് ആയുർവേദം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതാണ് എൻ്റെ യോഗേനെ കുറിച്ചുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്. ജി യോഗ തെറാപ്പിയെ കുറിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചു. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുന്നേ യോഗയും ആയുർവേദവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചെയ്യുന്നത്? അത് നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ഇത് രണ്ടായി ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് വേറെ എന്ന് തോന്നുന്നത് തന്നെ. ശരിക്കും ഇതൊക്കെ ഒന്നാണ്. ഇതൊക്കെ ഒരു വേദത്തിൽ തന്നെ വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇത് നമ്മൾ ഈ സ്പെഷ്യലൈസേഷൻ പറയുന്നത് പോലെയാണ്. നമ്മളെ ബോഡി ഒന്നേ ഉള്ളൂ, പക്ഷേ നമുക്ക് കണ്ണിൻ്റെ ഡോക്ടറുണ്ട്, മൂക്കിൻ്റെ ഡോക്ടറുണ്ട്, വായിൻ്റെ ഡോക്ടറുണ്ട്. അങ്ങനെ സ്പെഷ്യലൈസേഷൻ പറയുന്നതുകൊണ്ട് മാത്രമാണ് ഇത് രണ്ടായി മാറിയത്. എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് സ്റ്റഡി ഓഫ് ലൈഫ് സയൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ബോഡി ഒന്നാണ്. അപ്പോൾ ലൈഫ് സയൻസിൻ്റെ സ്റ്റഡിയാണ് ഇതൊക്കെ. എല്ലാ ശാസ്ത്രവും ഒന്നിലേക്കാണ് വരുന്നത്, ആ ലൈഫ് സയൻസിലാണ്. യോഗ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആയുർവേദത്തിൽ സ്വസ്ഥവൃത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടുണ്ട്. അതിൽ സ്വസ്ഥവൃത്തയിൽ വരുന്നതാണ് യോഗ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയർ, ഇപ്പോൾ അക്കാഡമിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പം അതൊരു സബ്ജക്റ്റാണ്. സ്വസ്ഥവൃത്ത, അഗതതന്ത്ര, രസായന ചികിത്സ, ഇതൊക്കെ ഓരോരോ ബ്രാഞ്ചസ് ഓഫ് ആയുർവേദയാണ്. അപ്പോൾ ഈ സ്വസ്ഥവൃത്തയിൽ ഒരു ടോപ്പിക്കാണ് യോഗ എന്ന് പറയുന്നത്. അതിൽ വേറെയുണ്ട്. ഇപ്പോൾ ദിനചര്യ, ഋതുചര്യ, ഇതൊക്കെ നമ്മൾ സ്വസ്ഥവൃത്തിയിലും പഠിക്കുന്നുണ്ട്. ഒരു സ്വസ്ഥനായിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം. അപ്പം ബാക്കി മുഴുവൻ നമ്മൾ അതിൻ്റെ ബേസിക്സ് പഠിക്കുന്നു, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് പഠിക്കുന്നു, നിദാനം പഠിക്കുന്നു, എങ്ങനെയാണ് ആ ഡിസീസ് ഒറിജിനേറ്റ് ചെയ്തതെന്നൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്വാസ്ഥ്യനായ ഒരാൾ ഒരു ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതാണ് സ്വസ്ഥവൃത്ത. അപ്പോൾ ആ സ്വസ്ഥവൃത്തയ്ക്ക് നമുക്ക് കുറേ റൂട്ടീൻസ് ഉണ്ട്. അതായത് ദിനചര്യ, ഡെയിലി റൂട്ടീൻ. അതായത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം, പടിപടിയായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സ്വസ്ഥവൃത്തത്തിൽ പഠിക്കുന്നുണ്ട്. സെയിം ടൈം പിന്നെ ഋതുചര്യ പറയുന്നുണ്ട്. ഓരോരോ ഋതു മാറും തോറും എങ്ങനെയാണ് നമ്മൾ ആ ഋതുവിൽ ഭക്ഷണം കഴിക്കേണ്ടത്, എപ്പോൾ എഴുന്നേൽക്കണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനത്തെ ഡ്രസ്സ് ഇടണം, എപ്പോഴാണ് ഉറങ്ങേണ്ടത്, ഇതൊക്കെ ഋതുചര്യയിൽ പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു യോഗ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പം അത് എന്തൊക്കെ യോഗ ചെയ്യണം, എങ്ങനെയൊക്കെ പ്രാണായാമം ചെയ്യണം, എന്താണ് മെഡിറ്റേഷൻ ഒക്കെ അതിൻ്റെ ഒരു പാർട്ടാണ്. ആയുർവേദത്തിൻ്റെ ഒരു പാർട്ടാണ് യോഗ. അപ്പോൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ എല്ലാവരും അതുപോലെ തന്നെയാണല്ലോ. ഫുൾ ബോഡി MBBSന് ആദ്യം എല്ലാവരും പഠിക്കും. പിന്നെ സ്പെഷ്യലൈസേഷൻ, പിന്നെ കണ്ണിൻ്റെ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ സ്പെഷ്യലൈസേഷൻ അത് മാത്രമായിട്ട് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നു. അതാണ് ഒരു ആയുർവേദം. എല്ലാം ഒന്നാണ്, അത്രയേ ഉള്ളൂ. ഇപ്പം യോഗയെക്കുറിച്ച് പറഞ്ഞു, യോഗയും ആയുർവേദം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഭൂരിഭാഗം കൂടുതൽ പേരും യോഗയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അതിൽ ആസനങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ടിട്ടുണ്ട്. പോലെ കുറേ യോഗ സെൻറ്റേഴ്സും ഉണ്ട്. എന്നാൽ ഈ യോഗ തെറാപ്പി അത് അധികം ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല. യോഗയിൽ ശരിക്കും അങ്ങനെ തെറാപ്പി എന്ന് പറയുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയുക ശാസ്ത്രം അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് യോഗേൻ്റെതാണ്. യോഗയാണ് എല്ലായിടത്തും നമുക്ക് അവൈലബിൾ സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ബുക്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റേഴ്സ്, ശാസ്ത്രങ്ങൾ. അതിൽ നിന്ന് എടുത്തിട്ട് ചില പോയിൻറ്റ്സ് എടുത്തിട്ട്, അതായത് യോഗിക് ടൂൾസ് എന്ന് പറയും നമ്മൾ, യോഗിക് ടൂൾസ് എടുത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം, ഇപ്പം ഒരു അസുഖം കൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ, സപ്പോസ് ഒരു ഇൻഡൈജഷൻ കൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ വിചാരിച്ചു, ഇപ്പോൾ ആസ് എ ഡോക്ടർ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു ഇൻഡൈജഷൻ ആയിട്ട് ഒരാൾ വരുമ്പോഴും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മരുന്നുകളാണല്ലോ. അപ്പം ഇൻഡൈജഷനായിട്ട് വരുമ്പോൾ അമൃതാരിഷ്ടം കൊടുക്കാം, ചിത്രകാസവം കൊടുക്കാം, അല്ലെങ്കിൽ ഹിംഗു അഷ്ടക ചൂർണം കൊടുക്കാം. ഇതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. യോഗ വഴി ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ അമൃതാരിഷ്ടം ഉപയോഗിച്ചത്, എങ്ങനെയാണോ ഹിംഗുജാതി ചൂർണം ഉപയോഗിച്ചത്, അതുപോലെ നമുക്ക് എന്തെങ്കിലും യോഗ ടൂൾസ് വെച്ച് നമ്മൾ എന്ത് കൊടുത്തിട്ട് ആ അസുഖം മാറ്റാൻ പറ്റും. ആ ടൂളിനെയാണ് നമ്മൾ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ യോഗ ഉപയോഗിച്ച് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് യോഗ തെറാപ്പിയായി. അപ്പം നമുക്ക് യോഗ തെറാപ്പി എന്ന് പറയുമ്പോൾ യോഗേൻ്റെ ഏത് ആസ്പെക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. യോഗ ഒരുപാട് വലിയൊരു വാസ്റ്റായി കിടക്കുന്ന ഒരു സാധനമാണ് യോഗ. യമനിയമം മാത്രം ഉപയോഗിച്ച് ഒരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ യമനിയമം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതിൽ ഓരോരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് യമനിയമം മാത്രം കൊടുത്തിട്ട് നമുക്കൊരു അസുഖം മാറ്റാൻ പറ്റും. ആസനാസ് മാത്രം കൊടുത്ത് നമുക്ക്, ആസനാസ് തന്നെ എത്രയോ ലക്ഷങ്ങളുണ്ടെന്നല്ലേ, നമ്മൾ എത്രയാണ് ജീവജാലങ്ങളുള്ള അത്രയും നമ്പർ ഓഫ് ആസനാസ് ഉണ്ട്. നമുക്ക് അതിലേതെങ്കിലും ഒന്ന് ആ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ചെറിയൊരു സിമ്പിൾ ആസനം വെച്ചിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പ്രാണായാമം വെച്ച് മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എനിക്ക് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 8 വർഷമായിട്ട് സ്റ്റീറോയിഡ്സ് എടുക്കുന്ന ഒരു സ്ത്രീ, എനിക്ക് പേര് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. 8 വർഷമായിട്ട് സ്കിൻ ഡിസീസിന് സ്റ്റീറോയിഡ്സ് എടുക്കുകയാണ്. ഒരു ദിവസം പോലും സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ഇല്ലാതെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല, ഫുൾ ചൊറിച്ചിലാണ്. 10 ദിവസത്തെ പ്രാണായാമ കോഴ്സ് വിത്ത് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ആ സ്ത്രീക്ക് സ്റ്റീറോയിഡ്സ് നിർത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ യോഗേൻ്റെ പവർ അതാണ്. പക്ഷെ അത്രയും നല്ല രീതിയിൽ പറയുന്ന പോലെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് അത്രയുമാണ്. അപ്പോൾ അത് നമുക്ക് യോഗ തെറാപ്പിയായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി. പക്ഷെ അത്രയും പവർഫുള്ളാണ്. അത് ജസ്റ്റ് 1 എക്സാമ്പിളാണ്. ഞാൻ 25 വർഷം ഇത് ട്രീറ്റ് ചെയ്യുന്നു പേഷ്യൻസിനെ. അപ്പോൾ ഞാൻ ഒരുപാട്, ഇപ്പോൾ ആൾക്കാർ സാധാരണ ഡോക്ടർമാരെങ്ങനെയാണ് ഒരു 10 മരുന്ന് എഴുതിയിട്ടാണ് ഒരു കുഞ്ഞസുഖം മാറ്റാൻ നോക്കുക. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. എൻ്റെ മോന് 2 വയസ്സ് പ്രായം ഉണ്ടാകുമ്പോൾ ഞാൻ പനിക്ക് കൊണ്ടുപോയിട്ട് പിന്നെ 5 മരുന്നുകൾ 6 മരുന്നുകൾ എഴുതിയിട്ട് പിറ്റേ ദിവസം മോനും വയറുവേദനയായിരുന്നു ഈ മരുന്നുകളൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ യോഗ തെറാപ്പി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇക്വേഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിമം കൊടുക്കുക, മാക്സിമം എഫക്റ്റ് ഉണ്ടാക്കുക. അതാണ്. അതായത് ഒരു 10, 15, 20 ആസനാസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. എഫക്റ്റീവായിട്ടുള്ള ഒരു 2-3 കൊടുക്കുക. പ്രാണായാമമാണെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള 1-2 കൊടുക്കുക. അതുപോലെ നമ്മൾ ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറ്റും യോഗയും ആയുർവേദമൊക്കെ ഒരുമിച്ച് പോകുന്നതാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് അതിലൊരു വ്യത്യാസം വാച്ച് ചെയ്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ ശാസ്ത്രം നോക്കുകയാണെങ്കിൽ യോഗ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് എവിടെയും എഴുതിയിട്ടില്ല. നമ്മൾ സ്വാത്മാരാമൻ്റെ എന്താ പറയുക ഹഠയോഗ പ്രദീപികയാണെങ്കിലും ഖേരൻ്റെ സംഹിതയാണെങ്കിലും അതിൽ ചില ആസനാസിന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പശ്ചിമോത്താനാസനത്തിന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകം, പശ്ചിമോത്താനാസനം എങ്ങനെ ചെയ്യണം എന്ന് ആദ്യത്തെ ശ്ലോകം, അടുത്ത ശ്ലോകം അതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഭുജംഗാസനത്തിനും അതിൻ്റെ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം അതിൻ്റെ ബെനിഫിറ്റ്സ് എഴുതിയിട്ടുണ്ട്, ചിലതിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ബെനിഫിറ്റ്സ് നമുക്ക് യോഗ തെറാപ്പി ആയിട്ട് എടുക്കാം. അതേപോലെ പ്രാണായാമം,
സൂര്യഭേദന പ്രാണായാമത്തിൻ്റെ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അടുത്തതിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. വാതഹരം എന്ന് പറഞ്ഞിട്ടുണ്ട്, കൃമിഹരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാം. ഉറപ്പാണ് അത് കൃമിഹരമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ആചാര്യം പറഞ്ഞതാണ്, ആപ്തോപദേശമാണ്. അത് എങ്ങനെ കൃമിഹരം ആയി എന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. പക്ഷെ കൃമിഹരമാണ്, വാതഹരമാണ്. നല്ല മൈഗ്രെയിൻ തലവേദന ഉള്ളവരെ ഇരുത്തി സൂര്യഭേദന പ്രാണായാമം ചെയ്യിപ്പിച്ചാൽ തലവേദന മാറിയേ തീരൂ. വാതഹരമാണ്, വാത കോസസ് പെയിൻ. ആ ഒരു റിലേഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് യോഗ തെറാപ്പി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, സങ്കടം ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യോഗ തെറാപ്പി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ വെറുതെ കുറേ കൈയും കാലും അനക്കിയത് കൊണ്ട് നമ്മൾ തടി കുറയുന്നു. അതല്ല, യോഗ തെറാപ്പീൻ്റെ ബേസ് എന്ന് പറയുന്ന ശാസ്ത്രം തന്നെയാണ്. ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് യോഗ തെറാപ്പി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മോഡേൺ ഫിസിയോളജി വെച്ച് നമുക്ക് യോഗ തെറാപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു, ഒരു കോളേജിൽ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. ലെക്ചറായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ച് ചോദിക്കാം, മാം ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചോളൂ, എങ്ങനെയാണ് യോഗ തെറാപ്പി അപ്ലൈ ചെയ്യുക? അതായത് നല്ലോണം ഡൈനാമിക് ആയിട്ട് ഒരു എക്സസൈസ് അല്ലെങ്കിൽ ആസന അല്ലെങ്കിൽ സൂര്യ നമസ്കാരം ഡൈനാമിക്കായിട്ട് ചെയ്തിട്ട് നമുക്ക് ഹാർട്ട് പ്രശ്നം മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂടുതൽ ബെൻഡിങ് എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വയറൊക്കെ കുറയുമോ? ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് ആ ചിന്തേൻ്റെ രീതി ഉണ്ടല്ലോ, ആ ഡയറക്ഷൻ ഓഫ് തോട്ട് മാറ്റുക. ഫിസിയോളജിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് റൂട്ടീനിലോ അല്ലെങ്കിൽ ഫിസിയോളജി അനാറ്റമി റൂട്ടിലേക്ക് മാത്രമേ പോവുള്ളൂ. യോഗശാസ്ത്രം ബേസിക്കായിട്ട് എടുക്കുക. അപ്പോൾ യോഗശാസ്ത്രം ബേസിക്കായിട്ട് എടുത്തിട്ട് സൂര്യഭേദന പ്രാണായാമത്തിൽ വാതഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാതഹരം ഏതൊക്കെ ഡിസീസിലാണ് വാത ഇൻഫ്ലുവൻസസ് വരുന്നത്, അപ്പോൾ ആ ഡിസീസിനൊക്കെ ഇത് പറ്റുമെന്നുള്ളതാണ് അർത്ഥം. ചില ശ്ലോകത്തിൽ അരോഗത എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം അരോഗതാം പുംസാം അരോഗതാം പശ്ചിമോത്താനസനത്തിലുള്ളതാണ്. അതായത് പശ്ചിമോത്താസനം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാറുമെന്നാണ്, ഏത് രോഗം ഉണ്ടെങ്കിലും മാറും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പവർഫുള്ളാണ് പശ്ചിമോത്താനാസനം. അത് എന്തുകൊണ്ട് പവർഫുള്ളായി, എന്തുകൊണ്ടാണ് പശ്ചിമോത്താനാസനം എല്ലാ ഡിസീസിനും പറ്റും എന്ന് നമ്മൾ റിവേഴ്സ് പ്രോസസ്സിങ് ചെയ്ത് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് എന്തുകൊണ്ടാണ് ആചാര്യൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ശാസ്ത്രം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വർക്കാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ ആ ശ്ലോകം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് 1 മാസമെങ്കിലും എടുക്കുന്നുണ്ട്. ആ ഒരു സ്പീഡിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഷഡ്ക്രിയാസ് ആയിക്കോട്ടെ, ഇപ്പം ഞാൻ ഒരു ക്ലാസ് ഈ ഇടയ്ക്ക് പറഞ്ഞു, ത്രാടകേൻ്റെ വർക്ക് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കും, ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ആദ്യം ത്രാടക അതൊരു ക്ലെൻസിങ് പ്രോസസ്സാണെന്ന് ഓർക്കുക. ത്രാടക ഈസ് എ ക്ലെൻസിങ് പ്രോസസ്സ്. പക്ഷെ ത്രാടക ആൾക്കാർ ഉപയോഗിക്കുന്നത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ജ്യോതി ത്രാടക മെഡിറ്റേഷൻ പ്രോസസ്സായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. പക്ഷേ ആചാര്യൻ ഇത് ത്രാടക കൊടുത്തിരിക്കുന്നത് ക്ലെൻസിങ് പ്രോസസ്സിൻ്റെ അടിയിലാണ്. കപാലഭാതി എത്രയോ ആൾക്കാർ പ്രാണായാമം എന്നും പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. കപാലഭാതി പ്രാണായാമം അല്ല, അത് ക്ലെൻസിങ് പ്രോസസ്സാണ്. ആചാര്യൻ എന്തുകൊണ്ട് കപാലഭാതി പ്രാണായാമത്തിൽ പറഞ്ഞില്ല? അത് ബ്രീത്തിങ് ടെക്നീക്സ് ഒരു ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ആണല്ലോ. പക്ഷെ സ്റ്റിൽ ആചാര്യന്മാർ അത് പ്രാണായാമത്തിൻ്റെ കീഴിൽ പറഞ്ഞില്ല, അത് ക്ലെൻസിങ് പ്രോസസ്സായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. അപ്പോൾ അത് പ്രാണായാമല്ല, എന്തോ അത് ക്ലെൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ശാസ്ത്രം പറഞ്ഞതിന് നമ്മൾ ശാസ്ത്രത്തിന് ഒട്ടും വിടാതെ ശാസ്ത്രത്തിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് അതിന് ഡെവലപ്പ് ചെയ്യണം യോഗ തെറാപ്പി. അല്ലാതെ നമ്മൾ ഹാർട്ട് ഇവിടെ കിടക്കുന്നു അല്ലെങ്കിൽ ലങ്സ് ഇവിടെ കിടക്കുന്നു, അത് ലങ്സ് ഇത്രയും എന്താ പറയുക എയർ ഇത്രയും കയറുന്നത് കൊണ്ട് ഓക്സിജൻ ഇത്രയും വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് നമ്മളെ കണ്ണിൻ്റെ കാഴ്ച അല്ലെങ്കിൽ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. സോ ദ ബേസ് ഷുഡ് ബി ശാസ്ത്രാസ് ആൻഡ് ഫ്രം ദാറ്റ് ഇറ്റ് ഷുഡ് ഡെവലപ്പ്. അതാണ് യോഗ തെറാപ്പി. പക്ഷേ യോഗ തെറാപ്പി നമ്മൾ ബൈ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ഇത് ചെയ്താൽ ഇത് നന്നാവുന്നുണ്ട്, ഇത് ചെയ്താൽ ഇത് നന്നാവുന്നുണ്ട്. എന്തുകൊണ്ട് നന്നാവുന്നുണ്ട് എന്നും കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. നാളെ ഒരാൾ ഇങ്ങോട്ട് ചോദിക്കാതിരിക്കുള്ളൂ. ഇപ്പോൾ യോഗക്കാരുടെ പ്രശ്നം അതാണ്, ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഉത്തരവില്ലാതെ വരുന്നു. ഒരു യോഗിക്ക് അല്ലെങ്കിൽ ഒരു യോഗ ആസ്പിറൻറ്റിന് ഉത്തരവില്ലാതെ വരുന്നു. ഞാൻ ഒരുപാട് യോഗ തെറാപ്പീൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്.
പക്ഷേ സാറ്റിസ്ഫാക്ടറി ആൻസേഴ്സ് ഐ ഡിഡ്ന്റ് ഗെറ്റ്. അവിടെ മസാജ് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ പിന്നെ സൈഡിലേക്ക് ചെരിയുമ്പോഴത്തേക്കും കിഡ്നി മസാജ് ചെയ്യുന്നു, ഇങ്ങോട്ട് സൈഡിലേക്ക് ആകുമ്പോഴത്തേക്ക് ലിവർ മസാജ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിന് നമ്മൾ സൈഡിലേക്ക് ചെരിയും പറയുമൊന്നും വേണ്ട, കൈകൊണ്ട് ഒന്ന് വെറുതെ തടവി കൊടുക്കുന്നതന്നെയല്ലേ മസാജ്. പിന്നെ നമ്മൾ പശ്ചിമോത്താനാസനം കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ മസാജിങ് എഫക്റ്റ് കൊണ്ടാണ് ഇതൊക്കെ വ്യത്യാസം വരുന്നത് എന്ന് പറയുന്നതും തെറ്റാണ്. വലിയ വലിയ ഓഥേഴ്സ് എഴുതിയ റിനൗണ്ട് ആയിട്ടുള്ള പബ്ലിഷേഴ്സ് എന്ന് വരുന്ന പുസ്തകത്തിൽ എഴുതിയതാണ് ഞാൻ പറയുന്നത്. ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുകയല്ല, പക്ഷേ വി നീഡ് ടു തിങ്ക് മോർ, വി നീഡ് ടു വർക്ക് മോർ. ഇതിൽ കുറച്ച് വർക്ക് ചെയ്താൽ കിട്ടും, വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല. താങ്കൾ യോഗേനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഞാൻ സംസാരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ സൈഡിൽ നിന്നും എൻ്റെ ഇൻ്റലക്ച്വൽ പവർ കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും കുറച്ച് കൂടുതൽ പഠിക്കുക, കൂടുതൽ എഴുതുക. ഇതാണ് എൻ്റെ ഒരു ആശയം. ഞാൻ പറയുന്നത് അതാണ്. യോഗ തെറാപ്പി ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. വി നീഡ് മോർ റിസർച്ചസ് ടു ഇറ്റ്. ശാസ്ത്രത്തിനെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ റിസർച്ചസ് കൂടുതൽ ചെയ്തിട്ട് അതിനൊരു നല്ലൊരു എന്താ പറയുക, ഒരു രീതി ഉണ്ടാക്കണം എന്നുള്ളതാണ്. യോഗ തെറാപ്പി ജസ്റ്റ് യോഗ ഉപയോഗിച്ച് ചെയ്യുന്ന തെറാപ്പീസ് അത്രയേ ഉള്ളൂ. അത് ഏത് വേണമെങ്കിലും ആവാം, ആസനയാവാം, പ്രാണായാമയാവാം, ഷഡ്ക്രിയാസ് ആവാം, മെഡിറ്റേഷൻ കൊണ്ടാവാം, എന്തുകൊണ്ടാ വേണമെങ്കിലും നമുക്ക് ഏത് ടൂൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അസുഖം മാറിക്കിട്ടണം. അതാണ് യോഗ തെറാപ്പി. പൊതുവെ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ കുംഭകം ചെയ്ത് നിർത്തുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നു, അത് നമ്മുടെ ശരീരത്തിന് നമുക്ക് ദോഷം ചെയ്യുമെന്ന് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ആ സയൻറ്റിഫിക് ആയിട്ട് ചിന്തിക്കുന്നവർ പറയാറുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ഇത് നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യം എനിക്ക് പല സ്ഥലത്തുനിന്നും നമ്മൾ സാധാരണ ഒട്ടും യോഗ അറിയാത്ത ആൾക്കാർ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി മോഡേൺ ഡോക്ടർമാരെന്നാണ് എന്നോട് ചോദിച്ചത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അബദ്ധങ്ങളാണ് കേട്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചു വെച്ചാൽ പ്രശ്നങ്ങളുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിട്ടാകെ പ്രശ്നങ്ങളുണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ സാധാരണ ഒന്നും കുംഭകയൊന്നും വേണ്ട, നമ്മൾ സാധാരണയായിട്ട് ശ്വസിക്കുന്നുണ്ടല്ലോ, ആ ശ്വസിക്കുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. നമ്മൾ ബോഡിയിലേക്ക് എടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ തന്നെ ഇറങ്ങുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ശ്വസിക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്. എന്നിട്ടെന്താ മനുഷ്യന്മാർ ചത്തു പോകുന്നുണ്ടോ? ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയെന്തോ അപകടം എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ചെന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇത്ര ശതമാനം, ചെറിയ ശതമാനം പോകുന്നുള്ളൂ. പക്ഷെ ആ ചെറിയ ശതമാനം അങ്ങനെ തന്നെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഒരു സാധനം ഒന്ന് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൊരു വ്യത്യാസം അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എയർ കമ്പോസിഷൻ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബോഡിക്ക് അത് ഓൾമോസ്റ്റ് 21 ശതമാനം ഓക്സിജനാണ്. അതിൽ 4% ഓക്സിജൻ മാത്രമേ ബോഡി എടുക്കുന്നുള്ളൂ, ബാക്കി 16 അതുപോലെ അങ്ങ് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ എല്ലാം കയറുന്നുണ്ട്. പക്ഷേ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിയൊരു വില്ലനായി കാണുക. അപ്പോൾ നമ്മൾ ഈ കുംഭകേനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ ബോഡി എന്ന് പറയുന്നത് നന്നായിട്ട് എന്താ പറയുക, ബോഡി നോസ്. അതാണ് ബോഡി ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു സാധനമാണ്. അത് ബോഡിക്ക് എല്ലാം അറിയാം. അപ്പോൾ നമുക്ക് ബോഡിക്ക് ആവശ്യം ഉള്ളപ്പോഴാണ് വിശപ്പ് വരുന്നത്. അപ്പോൾ ബോഡിക്ക് മതിയായി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തണം. അത് ബോഡി പറയും മതി എന്നുള്ളത്, അപ്പോൾ നിർത്തണം. ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണോ യൂറിനേറ്റ് ചെയ്യണോ മൂത്രം ഒഴിക്കണമെങ്കിൽ നമുക്കൊരു ഏർജ് വരുന്നത്, അതുപോലെ തന്നെ ബോഡി എല്ലാം സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് ഇത് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഈ ഓക്സിജൻ നമ്മൾ കുംഭകയിലാണെങ്കിലും ഓക്സിജൻ നമ്മൾ ശ്വാസം എടുക്കാതെ നമ്മൾ പിടിച്ച് വെക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കയറിയത് ഇറങ്ങൂല എന്നേ ഉള്ളൂ, അല്ലേ? ബോഡി പ്രത്യേകം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നൊന്നുമില്ല, ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ സെല്ല് ഒരു മെറ്റബോളിസം കഴിഞ്ഞിട്ട് ഒരു പെർസെൻറ്റേജ് ഓഫ് അതിൻ്റെ പുറന്തള്ളുന്നത് ഹീറ്റാണ്. ഒരു സെൽ മെറ്റബോളിസം എടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് സെൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. അതിൽ ഓരോരോ സെല്ലും മെറ്റബോളിസം നടക്കുന്നുണ്ട്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഡൈജഷനാണ്. ഓരോരോ സെൽ ലെവലിലും മെറ്റബോളിസം നടക്കുന്നുണ്ട്. ആ ഓരോരോ സെല്ലിൽ നിന്നും അതിൻ്റെ എനർജി റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട്, വെള്ളത്തിൻ്റെ അംശം റിലീസ് ആവുന്നുണ്ട്, ഹീറ്റ് റിലീസ് ആവുന്നുണ്ട്. അങ്ങനെ കൂടി ആ കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തം ലങ്സിലേക്ക് എത്തുകയാണ്. ലങ്സിൽ നിന്നാണ് അത് മൂക്ക് വഴി എയർവേ വഴി അതിനെ പുറത്തേക്ക് തള്ളുന്നത്. അപ്പോൾ ഇപ്പോൾ കുംഭക ചെയ്യുമ്പം ഈ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉള്ളിൽ ഓൾറെഡി സെൽ മെറ്റബോളിസത്തിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്
ഇങ്ങനെ കയറി 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 ബ്ലഡ് വഴി നമ്മൾ ആ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് എത്തും. ഈ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു പെർസെൻറ്റേജ് ഉണ്ട്, ഇത്രത്തോളം പറ്റും. ഓക്കെ, ബോഡിക്കറിയാം അത്. ആ ഒരു അളവെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി പോയാൽ അതൊരു എന്താ പറയുക, ഹൈപ്പോതലാമസ് ആണ് സെൻസർ. നമ്മൾ സെൻസർ ഇപ്പോൾ നമ്മൾ കാറ് റിവേഴ്സ് ചെയ്യുമ്പോൾ കാറിന് സെൻസർ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് വരുമ്പോൾ അത് ബീപ്പ് ചെയ്യില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഹൈപ്പോതലാമസ് ബീപ്പ് ചെയ്യും. ബീപ്പ് ചെയ്യും എന്ന് വെച്ചാൽ അത് റെക്കഗ്നൈസ് ചെയ്യും, ഈ ഒരു അളവ് കടന്നിരിക്കുന്നു, നോർമലിന് കടന്നിരിക്കുന്നു എന്ന് ഹൈപ്പോതലാമസ് പറയും. ഹൈപ്പോതലാമസ് അത് പറയുമ്പം നാച്ചുറലി നമ്മൾ അടുത്ത ശ്വാസത്തിലെ കൂടി എടുക്കുന്ന ഓക്സിജൻ കണ്ടൻറ്റ് വിൽ ബി മോർ ദാൻ ദ നോർമൽ, വിച്ച് വിൽ ന്യൂട്രലൈസ് ദ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടൻറ്റ് ഇൻ അവർ ബ്ലഡ്. അതുകൊണ്ട് നമ്മൾ കുംഭക ചെയ്താൽ ഒരിക്കലും ആ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടുള്ള ടോക്സിൻസ് ബോഡിയിൽ ഉണ്ടാവില്ല, ഉറപ്പാണ്. ബോഡി വിൽ ന്യൂട്രലൈസ്, അതിനനുസരിച്ചിട്ടുള്ള ഓക്സിജനാണ് അടുത്ത ബ്രീത്തിൽ കയറുന്നുള്ളത്. നമ്മളിപ്പോൾ പ്രാണായാമത്തിൽ തന്നെ നമ്മൾ റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ, ശാസ്ത്രമാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ശാസ്ത്രത്തിലൊരു സംശയമില്ല, അതിനുള്ള റേഷ്യോ വരെ അതിനനുസരിച്ചിട്ടാണ്. ആ റേഷ്യോയിൽ ചെയ്താൽ തന്നെ നമുക്ക് അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്നാണ് അതിനെ പറയുക. എന്നുവെച്ചാൽ നെഗറ്റീവ്ലി നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഹൈപ്പോതലാമസ് അതിനനുസരിച്ച് അത് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ബോഡീനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് ഏത് ഭാഗമാണ്, ലങ്സ് ആയിക്കോട്ടെ, ബ്ലഡ് ആയിക്കോട്ടെ, ഹോർമോൺസ് ആയിക്കോട്ടെ, ഗ്ലാൻസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ ഓർഗൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ നള്ളിഫൈ ചെയ്യും. ഞാൻ ഈ ചോദ്യത്തിനോടൊപ്പം തന്നെ ഞാൻ പറയുന്നത്, എന്തിനാണ് കുംഭകം അല്ലേ? ഒരു യോഗിക്ക് വേണ്ടതാണ് കുംഭകം എന്ന് പറയുന്നത്. എന്തിനാണ് യോഗിക്ക് കുംഭകം? ശ്വാസം എടുത്താൽ പോരെ? ഈ പറയുന്നത് നമ്മൾ ഫിസിയോളജി സംസാരിക്കുമ്പം നമുക്ക് ഓക്സിജൻ പോരെ, കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ട. എല്ലാവരും കൊടി പിടിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കയറുന്നത് കൊണ്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്തോ മോശം കാര്യം പോലെ. കാർബൺ ഇല്ലാതെ എങ്ങനെയാണ് ഒരു കെമിക്കൽ ഒരു എന്താ പറയുക ആക്ഷൻ നടക്കുക എന്നുള്ളത് എനിക്കല്ല. കാർബൺ അത്യാവശ്യമാണ്, നൈട്രജൻ അത്യാവശ്യമാണ്. ഈ ഓക്സിജനെ മാത്രം നമ്മൾ കീർത്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്സിജൻ വേണ്ട എന്നല്ല പറയുന്നത്, ഓക്സിജൻ വേണം. നമ്മൾ ശ്വാസം നിലനിർത്തണമെങ്കിൽ, പ്രാണൻ നിലനിർത്തണമെങ്കിൽ ഓക്സിജൻ മാത്രം പോരാ, നൈട്രജൻ വേണം, ഹൈഡ്രജൻ വേണം, കാർബൺ, മെയിൻലി കാർബൺ വേണം. അപ്പോൾ എന്തിനാണ് യോഗിക്ക് കുംഭകം? ഇത് യോഗികൾക്ക് പറയുന്ന സാധനങ്ങൾ മുഴുവൻ മൈൻഡ് എൻഹാൻസ്മെൻറ്റിനാണ്. മൈൻഡിൻ്റെ ലെവൽ അങ്ങ് കൂട്ടി ഒരു ലെവലിലേക്ക് കൂട്ടണം. അത്രയും അവെയർനെസ്, മൈൻഡ് എന്നല്ല ഞാൻ പറയേണ്ടത്, അവെയർനെസ് ആണ്. അവെയർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവല് അങ്ങ് കുറേ കൂട്ടി അങ്ങ് മേലേക്ക് കൊണ്ടുവരാനുണ്ട്. ആ ഒരു തലം ഒരുപാട് മേലേക്ക് കൊണ്ടുവരാനുണ്ട്. ആ തലത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ധാരണവും ധാരണ മുതൽ അങ്ങോട്ട് നടക്കുന്നുള്ളൂ. ധാരണ, ധ്യാന, സമാധിയാണ് ഒരു യോഗിയുടെ ആവശ്യം. അപ്പോൾ അവസാനത്തെ ഈ അന്തരംഗ യോഗ സാധ്യമാവണമെങ്കിൽ നമ്മൾ ലെവൽ അത്രയും മേലേക്ക് ഉയർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പത്യാപത്യ ഭക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതും നമ്മൾ മൈൻഡ് ലെവല് ചാന്തോക്യ ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് മൈൻഡാണ്. ഒരു ഭക്ഷണത്തിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് മൈൻഡാണ്. അപ്പോൾ നമ്മൾ എന്ത് തിന്നുന്നതാണ്, നമ്മളെ മനസ്സ് എന്താണെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു അവർ ഫുഡ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ആസനാസും പ്രാണായാമവും പിന്നെ എന്താണെങ്കിലും ഷഡ്ക്രിയാസ് ആയിക്കോട്ടെ, നിയമ ആയിക്കോട്ടെ, എന്താണെങ്കിലും അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു റേസ് അവർ മൈൻഡ് ടു ദാറ്റ് ലെവൽ. അതാണ് ആവശ്യം. കുംഭക എന്തിനാണ്? ടു റേസ് അവർ മൈൻഡ് ടു ദാറ്റ് ലെവൽ. അതെങ്ങനെയാണ് ആ മൈൻഡ് എങ്ങനെയാണ് റേസ് ആവുക? ഇത് ഇത്രയും ഒരു കണ്ടൻറ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഹൈപ്പോതലാമസ് ട്രിഗർ ചെയ്യുമ്പം അത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓർഗൻസിലേക്കാണ് ഈ മെസ്സേജസ് പോകുന്നത്. നീ അത് ചെയ്യൂ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നുണ്ട്, നീ അത് ചെയ്യൂ. ചില ഓർഗൻസിനോട് പറയും, ചില ഗ്ലാൻസിനോട് ഇത് പറയും. ഹൈപ്പോതലാമസ് പറയുകയാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയാണ്, നീ ഇന്നൊക്കെ അത് ചെയ്യൂ, ACTH ഒക്കെ ഉൽപ്പാദിപ്പിക്കൂ, എഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കും, കോർട്ടിസോൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. സ്ട്രെസ്സാണ് വരുന്നത് ബോഡിക്ക്. അപ്പോൾ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ ഗ്ലാൻസ് അൺനാച്ചുറലി, ഞാൻ പറയുകയാണെങ്കിൽ അത് നോർമലി അല്ല, അൺനാച്ചുറലി ഇതൊക്കെ കൂടി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ അത് നാച്ചുറലി മൈൻഡൊന്ന് മേലേക്ക് പുഷ് ചെയ്യും. അത് ദീർഘകാല നൈരന്തര്യ സത്കാരാ സേവിതോ ദൃഢഭൂമി എന്ന് പറയുന്നുണ്ട്. നമ്മൾ അഭ്യാസത്തിൽ പറയുന്ന ശ്ലോകം അതാണ്. ഇന്ന് മാത്രം, ഇനി അടുത്ത സൺഡേ അല്ലെ, അങ്ങനെയല്ല. അപ്പം നമുക്ക് ആ മൈൻഡിന് ഒരു വ്യത്യാസം വരണമെങ്കിൽ ദീർഘകാലം
അതും പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ. ദീർഘകാലമായിരിക്കണം, കുറേ കാലത്തേക്ക് വേണം ഇത്. നൈരന്തര്യം ഡെയിലി ആയിരിക്കണം. ദീർഘകാലം നൈരന്തര്യം സത്കാര സേവിതോ, അതായത് ഇങ്ങനെ നമ്മൾ അങ്ങേര് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു, അതല്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ദീർഘകാലത്തേക്ക് എല്ലാ ദിവസവും സൺഡേസും സെക്കൻഡ് സാറ്റർഡേസും ഒന്നും യോഗികൾക്കില്ല. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈപ്പോ തലാമസ് ഇത് ഡയറക്റ്റ് ചെയ്ത് ഇതിനെല്ലാം പ്രവർത്തിപ്പിച്ച് ചിലപ്പം ചില അഡ്രിനാലിൻ ഗ്ലാൻഡോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡോ എല്ലാം അവിടെ ഇവിടെയും ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. ഇത് ഫോർ നോ റീസൺ ഇതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക, അത്യാവശ്യം വന്നിരിക്കുകയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിട്ട് അത്യാവശ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ആക്ട് ചെയ്താൽ മാത്രമേ ബ്ലഡ് വെസൽസ് ആക്ട് ചെയ്യാൻ തുടങ്ങും. ബ്ലഡ് വെസൽസ് ഒരു രീതിയിലുള്ള ഒരു പ്രഷറിലായിരിക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ വരുമ്പം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ നമ്മൾ ബ്രെയിനിൽ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകളുണ്ട്. അതിലെയൊന്നും നമ്മുടെയൊക്കെ അതിലൊന്നും സഞ്ചരിക്കുന്നുണ്ടാവില്ല. ഇതിലെയൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാലാണ് ഈ ബ്രെയിൻ സെൽസ് ആക്ടിവേറ്റ് ആവുക. ഐൻസ്റ്റൈൻ്റെ തന്നെ 10% അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാം 1% പോലും ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ള സംശയമല്ലേ. അപ്പോൾ അതിന് 10 ഒരു 12 നമുക്ക് വേണ്ടേ. അപ്പം ഈ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആക്ടിവേറ്റ് ആകുമ്പം ഈ ബ്രെയിനിലേക്കുള്ള കുഞ്ഞു കുഞ്ഞു രക്തക്കൊഴലുകളിൽ വരെ നല്ല രീതിയിൽ ബ്ലഡ് അങ്ങ് ഗഷ് ചെയ്യാൻ തുടങ്ങും. ബ്ലഡ് ഗഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ സെൽസും, ബ്രെയിനിലെ എല്ലാ സെൽസും ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. ന്യൂറോൺസ് ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. ചില ബ്രെയിനിൻ്റെ ഏരിയ, ഉറങ്ങിക്കിടക്കുന്ന ഏരിയ ഒക്കെ ഓപ്പൺ ആവാൻ തുടങ്ങും. എന്നിട്ടാണോ ആൾക്കാർക്ക് സംശയം ക്രിയേറ്റിവിറ്റി വരുമോ, അല്ല നമ്മൾ കടലിൽ വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് യോഗ കൊണ്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി വരുമോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നത്. എനിക്കത് ഭയങ്കര തുച്ഛമായിട്ട് അങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പം അത് സംഭവിക്കുമോ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാം സംഭവിക്കും. അണ്ടർ ദ സ്കൈ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നന്നായി യോഗ ചെയ്താൽ അതെല്ലാം സംഭവിക്കുന്നതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള നമുക്കെല്ലാം സയൻസ് മാത്രമേ നമ്മൾ കണ്ടെത്താനുള്ളൂ. കുഞ്ഞ് ജനിച്ച് വീണപ്പോഴൊന്നും അല്ല പ്രാണൻ കയറുന്നത്. എന്നാൽ പിന്നെ കുഞ്ഞെങ്ങനെയാ 9 മാസം പ്രായമുള്ള കുഞ്ഞായി? 9 മാസം കഴിഞ്ഞിട്ടാണല്ലോ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ കുഞ്ഞെങ്ങനെയായി? പ്രാണനില്ലാതെ കുഞ്ഞെങ്ങനെ വലുതായി? ശ്വാസം എടുത്ത് കഴിഞ്ഞിട്ട് മതിയോ വലുതാവുന്നത്? അത്രയും ആവണമല്ലോ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടൊന്നുമല്ല പ്രാണൻ കയറുന്നത്. അതുപോലെ തന്നെയാണ് മനസ്സ് ഒരു സ്റ്റേജിലാണ് കയറിയിരിക്കുന്നത്. വെൻ മദർ ഇസ് പ്രഗ്നൻറ്റ് അല്ലെങ്കിൽ ആ ഫീറ്റസിലേക്ക് ആ ഒരു സമയത്താണ് കയറിയിരിക്കുന്നത്. എനിക്ക് തെറ്റല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് മനസ്സ് കയറുന്നുള്ളത്. ആ ഒരു ആയുർവേദത്തിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ട് മനസ്സ് കയറുന്ന ഒരു സമയം കുട്ടിയിൽ. ഓക്കെ, അപ്പോൾ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഭയങ്കര ബ്രീഫായിപ്പോൾ അവെയർനെസ്സാണ്. അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ അത്രയും ആ ഒരു വലിപ്പാണ് അവെയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോഡിയിൽ ലിമിറ്റ് ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അമേരിക്കയെ കുറിച്ച് നമുക്ക് ഇവിടുന്ന് ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ വേദന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ അവെയർനെസ്സാണ്. പിന്നെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന എളുപ്പമാണ്. നമുക്കൊരു ഇതെങ്ങനെയാണ് എല്ലാവരും ഒരു എന്താ പറയുക, നമ്മൾ കറുത്ത ഒരു റോസാപ്പൂ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അതിൻ്റെ ഇതൾ കറുപ്പാണ്, അതിൻ്റെ മണം നല്ല ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നാൽ നമുക്ക് അവെയർനെസ് കൊണ്ട് നമുക്ക് ആ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ അവെയർനെസ്സാണ് ഈ യോഗ മുഴുവൻ പറയുന്നത്. ആ അവെയർനെസ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ചിത്തയാണെങ്കിലും അത് അവെയർനെസ്സാണ്, മൈൻഡല്ല. മൈൻഡ് എന്ന് പറയാൻ കാരണം ഈ യോഗക്കാരുടെ എക്സ്പ്ലനേഷൻസിൽ മൈൻഡ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈക്കോളജിയായിട്ട് അവർ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പഠിച്ച് പോകുമ്പോൾ സൈക്കോളജിയിൽ മുഴുവൻ ഈ അവെയർനെസ് എല്ലാം മൈൻഡാണ്. ഒരുപാട് എന്ന് വെച്ചാൽ സൈക്കോളജിക്കാരുടെ മൈൻഡ് ഇത്രയാണ്, യോഗക്കാരുടെ അവെയർനെസ് ഇത്രയാണ്. അത് ഇറ്റ്സ് 2 ഡിഫറെൻറ്റ് തിങ്സ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്സ്. ഈ മൈൻഡ് എന്ന് പറയുന്നത് അവർ ഭയങ്കര ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വരെ അനാറ്റമിക്കലി അവർക്ക് അതുകൊണ്ട് 1+1 = 2 എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അവരുടെ മൈൻഡ്. പക്ഷേ യോഗയിൽ നമുക്കതല്ല. നമുക്ക് പരമാത്മ എന്ന് പറയുന്ന ആ പരമാത്മ എന്താ പറയുക ആ ലെവലിൽ പോകുമ്പോൾ അതിന് എന്താ പറയുക എറ്റേണലായിട്ട് മാറി. അതിന് ഒരു എന്താ പറയുക ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറീസ് ഇല്ലാതെയായി മാറി, വ്യാപ്തി കൂടി. അതാണ് അവെയർനെസ്. സോ അവെയർനെസ് ഡസൻറ്റ് സ്റ്റേ വിത്തിൻ 4 walls എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവെയർനെസ് ഭയങ്കര ലാർജാണ്. ആ അവെയർനെസ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനിൽ തന്നെ വ്യത്യാസം വന്ന് തുടങ്ങും. അതാണ് അത് ശാസ്ത്രത്തിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്.
ജസ്റ്റ് സെക്കൻഡ് നമ്മൾ പതഞ്ജലി യോഗ ഇതിൽ സൂത്രത്തിൽ സെക്കൻഡ് വൺ പറയുന്നുണ്ട്, ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നുണ്ട്. വൃത്തീസ് ഇല്ലാതായിപ്പോയാൽ തന്നെ ആ ചിത്തത്തിൻ്റെ ആ ക്വാളിറ്റി അങ്ങ് നന്നാവും എന്നാണ് പറയുന്നത്. വൃത്തീസ് ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ ആ അവയർനെസ് കൂട്ടേണ്ട കാര്യങ്ങളാണ് ഈ മുഴുവനും. അവയർനെസ് എങ്ങനെ കൂട്ടാം, അവയർനെസ്സിനെ കുറിച്ച് ഒട്ടും സംസാരിക്കാത്ത ഇരിക്കുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാത്തത്. അവയർനെസ്സിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പം ദർ ഇസ് നോ പ്ലേസ് വരെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരു സാധനത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സംസാരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അവയർനെസ് കൂടുന്നുണ്ട്. സ്റ്റിൽ കൂടിക്കഴിഞ്ഞാലും നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ദർ ഇസ് ചേഞ്ചസ് ഇൻ മെൻ. അത് ആൾക്കാർക്ക് വ്യത്യാസം വരുന്നുണ്ട് അവയർനെസ് കൂടുമ്പോൾ, ഉറപ്പായിട്ടും വരുന്നുണ്ട്. നന്നായിട്ട് യോഗ ചെയ്ത് നന്നായി അവയർനെസ് മാറിയിട്ടുള്ള ഒരാൾ സാധാരണക്കാരനല്ല. നമുക്ക് ജസ്റ്റ് അവരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹി ഹാസ് ഡൺ സംതിങ് ടു ഹിം. എന്തോ കാര്യമായിട്ട് ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുള്ളത് നമുക്ക് അയാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ കണ്ടിട്ട് മനസ്സിലാവാനും വേണം അവയർനെസ്. അതാണ് യോഗയിൽ നമ്മൾ ചിത്തം എന്ന് കേട്ടിട്ടുണ്ട്. യോഗയിൽ ഈ ചിത്തം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? യെസ്, നമ്മൾ പതഞ്ജലി യോഗ സൂത്രം നോക്കുകയാണെങ്കിൽ അതിൽ രണ്ടാമത്തെ സൂത്രം തന്നെ പറയുന്ന യോഗ ചിത്തവൃത്തി നിരോധ. യോഗ എന്ന് പറയുന്നത് തന്നെ ചിത്തത്തിലെ വൃത്തികളെ നിരോധിക്കുക എന്നാണ്. അതിൽ 4 വേർഡ്സാണുള്ളത്. ഒന്ന് യോഗ, പിന്നെ ചിത്ത, വൃത്തി, നിരോധ, ഇങ്ങനെ 4 വേർഡുകളാണുള്ളത്. അത് യോഗ എന്താണെന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധ എന്നാണ് എല്ലാവരും പറയുക. ചിത്ത എന്ന് പറയുന്നത് നമ്മൾ ഈക്വലൻ്റ് വേർഡ് മീനിങ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വെർബൽ മീനിങ് എന്ന് പറയും. നമ്മളതിനെ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മൈൻഡാണ്. പക്ഷെ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു ബ്രീഫായിട്ടുള്ളൊരു സാധനമാണ്. ഇറ്റ്സ് വെരി എന്താ പറയുക, ഭയങ്കര ബ്രീഫായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ വെരി സ്മോൾ വേർഡ് മൈൻഡ്. പക്ഷേ ഇൻ യോഗ ചിത്ത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയങ്കര വൈഡായിട്ട് ആസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് അവെയർനെസ്. അപ്പം അവെയർനെസ് എന്ന് പറയുമ്പം ഇറ്റ് ഡസൻറ്റ് ഹാവ് ബൗണ്ടറീസ്. അവെയർനെസ്സിന് ബൗണ്ടറീസ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ബ്രെയിനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാധനം എന്നോ, അല്ലെങ്കിൽ ഹാർട്ടിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാധനം എന്നോ, അല്ലെങ്കിൽ നമ്മളെ ബോഡീൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാധനമല്ല അവെയർനെസ്. പക്ഷെ മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമായിരിക്കും. നമ്മൾ ബോഡിയിൽ ഒതുങ്ങുന്നൊരു എൻ്റെ മനസ്സ്, എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ ബോഡി ആയില്ലേ, അപ്പോൾ എൻ്റെ മനസ്സെന്ന് പറയും. പക്ഷേ അവെയർനെസ് എന്ന് പറയുമ്പം ചിലപ്പം നമ്മുടെ ബോഡിയും കടന്നങ്ങ് നമുക്കൊരു ലിമിറ്റില്ലാതെ അങ്ങ് അത്രയും ഒരു വ്യാപ്തിയുള്ളൊരു സാധനമായിട്ട് മാറും. നമുക്ക് അവെയർനെസ് നമുക്ക് കൂട്ടാനും പറ്റും, കുറക്കാനും പറ്റും. അപ്പോൾ എന്താ പറയുക, ഈ അവെയർനെസ്സിൽ വരുന്ന മോഡിഫിക്കേഷൻസ്, അതായത് നമുക്ക് ഒരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അവെയർനെസ്സിന് മോഡിഫിക്കേഷൻസ് വരും. നല്ലതും വരും, ചീത്തയും വരും. നമ്മൾ നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അവെയർനെസ്സിൽ, നമ്മളെ ചിത്തത്തിൽ വരുന്ന നല്ല മോഡിഫിക്കേഷൻസ് ആയിരിക്കും. ഒരു ചീത്ത കാര്യം കണ്ടാൽ ചീത്ത മോഡിഫിക്കേഷൻസും വരും, ഉറപ്പായിട്ടും വരും. ഒരു മനുഷ്യനാണെങ്കിൽ ത്രൂ ജ്ഞാനേന്ദ്രിയാസ് അല്ലെങ്കിൽ ദൃശ്യ എന്ന് പറയുന്നത്, യോഗയിൽ ദൃശ്യ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റാണ്. ഈ ദൃശ്യ ഉള്ളത് തന്നെ 2 കാര്യത്തിൽ നിന്ന് ഭോഗത്തിനും അപവർഗത്തിനുമാണ്. അപ്പം നമുക്ക് ഈ ജ്ഞാനത്തിലെ കൂടി ഒരു ഭോഗ എഫക്റ്റിലേക്ക്, ഈ അവെയർനെസ്സിലേക്ക് ഒരു ഭോഗം മാത്രമാവാം. അതായത് ജസ്റ്റ് ഒരു എന്താ പറയുക എക്സ്പീരിയൻസസ് മാത്രം. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ, ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കും. ഒരു എക്സ്പീരിയൻസോട് കൂടി എല്ലാവരും മരിക്കുകയാണ്. പക്ഷേ ഈ എക്സ്പീരിയൻസിനെ ഉപയോഗിച്ച് അപവർഗത്തിലേക്ക് എത്തുകയാണെങ്കിൽ, ഒരു മോക്ഷത്തിലേക്ക് എത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃശ്യ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്പീരിയൻസസ് മുഴുവൻ ആ മോക്ഷത്തിലേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതാരും അതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം മോക്ഷം വരെ എത്താൻ എന്താ പറയുക സാധ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ അവെയർനെസ്. അപ്പോൾ അത്രയും പവർഫുള്ളാണത്. മോക്ഷത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഈ ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് സാധനമാണ് മോക്ഷത്തിലെത്തിക്കുക. അപ്പോൾ നമ്മളെ അത്രയും ഉയർത്തുക എന്നുള്ളതാണ് ആ അവെയർനെസ്സിൻ്റെ ഒരു ഇത്. അപ്പോൾ അവെയർനെസ് നല്ല കാര്യങ്ങളുടെ ഏത് എക്സ്പീരിയൻസിനെ കൂടിയും നമുക്ക് ഉയർത്താൻ പറ്റും. അപ്പോൾ യോഗ വഴി ആ അവെയർനെസ്സിനെ ഉയർത്തിയിട്ട് ഈ മോഡിഫിക്കേഷൻസിനെ ഇല്ലാതാക്കിയിട്ടാണ് നമ്മൾ മോക്ഷത്തിലേക്ക് എത്തേണ്ടത്. അതാണ് ചിത്തവൃത്തി നിരോധ. വൃത്തീസ് എന്ന് പറയുന്നത് അതിന് നമുക്ക് 5 എണ്ണം ഉണ്ട് 10 എണ്ണം ഉണ്ട് ഒന്നും പറയണ്ട, എല്ലാം വൃത്തീസാണ്.
നമ്മൾ വെറുതെ ഒന്ന് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ ആക്റ്റീവാക്കി വെച്ചാൽ എല്ലാം വൃത്തീസാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നത് ഒരു വൃത്തിയാണ്. അതിൽ എൻ്റെ അവെയർനെസ്സിൽ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാൻ നിങ്ങളെ കണ്ട പോലെയല്ല ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്നത്. ഇത്രയും നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ആ മോഡിഫിക്കേഷൻസ് ആർ ഡിഫറെൻറ്റ്. എൻ്റെ ചിത്തത്തിൻ്റെ അവെയർനെസ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ മെല്ലെ മെല്ലെ ആ ചിത്തത്തിൽ വരുന്ന മോഡിഫിക്കേഷൻസിനെ അതിനെ നമ്മൾ നിർത്തണം എന്നാണ് പറയുന്നത്. ആ മോഡിഫിക്കേഷൻസിനെ നിർത്തണം. മോഡിഫിക്കേഷൻസ് പിന്നെയും നമ്മൾ അവെയർനെസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പം നമ്മൾ ആ സ്വരൂപജ്ഞാനത്തിലേക്ക് പോകുന്നില്ല, മോക്ഷത്തിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ സ്വരൂപജ്ഞാനത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ വൃത്തീസാണ് ഡിഫിക്കൽട്ട് പാർട്ട്. അപ്പോൾ അവെയർനെസ് എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആയിട്ട് ഭയങ്കരമായിട്ട് പരന്ന് കിടക്കുന്ന ഒരു സാധനമാണ്. സെയിം ടൈം അതിൽ വരുന്ന എന്താ പറയുക ജ്ഞാനം, അതിൽ വരുന്ന നല്ലതാവട്ടെ മോശമാവട്ടെ എക്സ്പീരിയൻസസ് നമ്മൾ പിന്നെ അതിന് ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക അതിൽ ഡിസ്റ്റർബൻസ് വരാത്ത പോലെ നോക്കണം. അപ്പോൾ അവെയർനെസ് ഇസ് വെരി ഒരു സത്താണ്. ചിത്തം എന്ന് പറയുന്നത് സത്താണ്. അതായത് അത്രയും സാത്വികമായിട്ടുള്ളൊരു സാധനമാണ്. അതിലൊരു മോഡിഫിക്കേഷൻസും വരാതെ നോക്കുന്നതാണ് ഈ യോഗേൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ചിത്ത എന്ന് പറയുന്നതിന് ബൗണ്ടറീസ് ഇല്ല. നമുക്ക് ഏത് സയൻസ് വെച്ചിട്ടും നമുക്ക് ചിത്തേനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. because it has no boundaries. It is beyond words, it is beyond actions, it is just experiences. ചിത്ത വേറെ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അവെയർനെസ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് പ്യോർലി 100% എക്സ്പീരിയൻസസ്. അത് നമുക്ക് മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ പിന്നെ അങ്ങനെ ചോദിക്കുന്നതിന് ഒരു ഉത്തരം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പിന്നെ ECG ആണെങ്കിലും EEG ആണെങ്കിലും ബ്രെയിൻ സ്റ്റഡീസ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൻ്റെ സ്റ്റഡീസ് വഴിയാണെങ്കിലും ഗ്ലാൻഡിൻ്റെ സ്റ്റഡീസ് വഴിയാണെങ്കിലും നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ വഴി ഇതെല്ലാം കൊണ്ട് നമുക്ക് ഒരു അവെയർനെസ്സിന് നമുക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഈ എക്സ്പ്ലനേഷൻസിന് ലിമിറ്റ് ഉണ്ട്. ബിക്കോസ് എഗെയിൻ ഐ സേ ഇറ്റ് ഈസ് ഓൺലി എക്സ്പീരിയൻസസ്. അപ്പോൾ എക്സ്പീരിയൻസിന് സയൻസിന് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടാവും. എന്നുവെച്ചാൽ അത് തുടങ്ങുന്നത് തന്നെ ലെറ്റസ് സപ്പോസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സയൻസ് തുടങ്ങുന്നത് തന്നെ. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ആസ് സപ്പോസ് ഇറ്റ് ഇസ് ആസ് പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ അങ്ങനെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതൊരു ബേസ് ഇല്ലാതെയാണ് തുടങ്ങുന്നത്. പക്ഷേ നമ്മളെ ശാസ്ത്രത്തിന് കൃത്യമായിട്ടുള്ളൊരു ബേസ് ഉണ്ട്. അപ്പോൾ ആ ബേസും ഉണ്ട്. ആ ഒരു രീതിയിലേക്ക് അവെയർനെസ്സിൻ്റെ തലം അത്രയും വളർത്താനുള്ള വഴികളും പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ വഴികൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വെറുതെ എവിടെയും തൊടാതെ ഇങ്ങനെ ഉയർത്താനല്ല പറഞ്ഞിട്ട്. കൃത്യം പതഞ്ജല യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷി കൃത്യമായ വഴികളാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മാത്രമേ ആ അവെയർനെസ് അങ്ങനെ കൂട്ടാൻ പറ്റൂന്നും അവെയർനെസ് കൂടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനിൽ പെർസീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോസിബിളാണ്. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങ് എത്തണം എന്നുള്ളതാണ്. യോഗാസനത്തിൽ ശീർഷാസനം എന്ന് പറയുന്നൊരു യോഗാസനം ഉണ്ടല്ലോ. അത് പലരും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. മോഡേൺ സയൻസിൽ ചെയ്യാൻ പാടില്ല, അത് ദോഷം വരുമെന്ന് പറയുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയാം. ഓക്കെ, ശീർഷാസനം എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് യോഗ പ്രാക്ടീസാണ്. അതായത് ഒരു ബേസിക് ലെവൽ യോഗ മാത്രം പഠിച്ചിട്ട് ഡയറക്റ്റ്ലി ശീർഷാസനം ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. പിന്നെ ശീർഷാസനം അഡ്വാൻസ്ഡ് യോഗ പ്രാക്ടീസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അഡ്വാൻസ്ഡ് യോഗ പ്രാക്ടീസ് ആർക്കാ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ബാക്കി യോഗ ടൂൾസ് ഒക്കെ ധാരാളം അഭ്യസിച്ച ഒരാൾക്കാണ് അഡ്വാൻസ്ഡ് യോഗ പ്രാക്ടീസിലേക്ക് പോകാനുള്ള യോഗ്യത ഉള്ളൂ. അതായത് നന്നായിട്ട് സാധാരണ യോഗാസനാസൊക്കെ നന്നായിട്ട് എളുപ്പമായിട്ട് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പ്രാണായാമം നന്നായിട്ട് അഭ്യസിച്ച ഒരാളായിരിക്കണം. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് നന്നായിട്ട് പഥ്യാഹാരം പാലിക്കുന്ന ഒരാളായിരിക്കണം. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരാൾക്ക് മാത്രമേ അഡ്വാൻസ്ഡ് യോഗ പ്രാക്ടീസസിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളൂ. നന്നായിട്ട് യോഗ പ്രാക്ടീസസ് ചെയ്യുന്ന ഒരാൾ, യോഗാസനാസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, അത് നമുക്ക് വ്യായാമമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ആയുർവേദത്തിൽ വ്യായാമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വാഗ്ഭടാചാര്യൻ അഷ്ടാംഗ സംഗ്രഹത്തിൽ പറയുന്നുണ്ട് വ്യായാമത്തിനെ കുറിച്ച്.
വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ലൈറ്റ് ആവും എന്ന് പറയുന്നുണ്ട്. ബോഡി ലൈറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളെ വെയിങ് സ്കെയിലിൽ കയറി നിന്നിട്ട് ഒരു 10 ദിവസം വ്യായാമം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 50 കിലോ 20 കിലോ ആവുന്നതല്ല. ലൈറ്റ് ആവുക എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ബോഡി ലൈറ്റ് ഫീലിംഗ് വരികയാണ്. അപ്പോൾ ലൈറ്റ് ഫീലിംഗ് എങ്ങനെയാണ് വരുന്നത്? അത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ടു അവയർനെസ് ആൻഡ് മൈൻഡ്. അപ്പോൾ നമ്മളെ തന്നെ, അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യോഗ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാൽ അറിയാം തറയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ എത്രത്തോളം സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ നന്നായി വ്യായാമം ചെയ്യുന്ന ആൾ നല്ല എളുപ്പത്തിൽ തറയിൽ ഇരുന്നിട്ട് അങ്ങ് എഴുന്നേക്കാൻ പറ്റും, ഒരു ഹെവിനെസ്സും ഫീൽ ചെയ്യാതെ അങ്ങ് എഴുന്നേക്കാൻ പറ്റും. അല്ലാത്തവർക്ക് അവിടെ പിടിക്കണം, ഇവിടെ പിടിക്കണം, വോളിൽ പിടിക്കണം, അങ്ങനെയൊക്കെയാണ്. ചെറിയ പിള്ളേർ വരെ ഇപ്പോൾ അങ്ങനെയാണ്. ഒരു 20 വയസ്സുള്ളൊരു കുട്ടീനോട് തറയിൽ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറഞ്ഞാൽ അവർ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും എഴുന്നേക്കുക. ദേ ഫീൽ വെരി ഹെവി. പക്ഷേ റെഗുലർ യോഗ പ്രാക്ടീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യായാമ പ്രാക്ടീസ്, എനി എക്സസൈസ് പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് ബോഡി ലൈറ്റ് ആവും. ദേ ഡോണ്ട് ഫീൽ ഹെവി. ചിലപ്പോൾ അവർക്ക് 60 കിലോ 80 കിലോ ഒക്കെ കാണുമായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ദ മാറ്റർ ഓഫ് ദ ഡിജിറ്റ്സ് അല്ല അവിടെ പറയുന്നത്. ഹെവിനെസ് ഇസ് നോട്ട് എ ഡിജിറ്റ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് പറയട്ടെ. അതൊരു ഹെവിനെസ് എന്ന് പറയുന്നത് ഡിജിറ്റേ അല്ല, അത് ഇൻ കിലോഗ്രാംസേ അല്ല, അത് നമ്മുടെ മൈൻഡാണ്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ആസ്പെക്റ്റ്, ഇപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് നമ്മൾ എടുക്കുന്നതും അങ്ങനെയല്ല. ചില ആൾക്കാർ ലൈറ്റായിട്ട് എടുക്കും, പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഹെവി ആയിരിക്കും. ചിലവർക്ക് ആരുടെങ്കിലും മരണം അങ്ങനെയൊക്കെ വരുന്ന ചില ആൾക്ക് ലൈറ്റായിട്ട് എടുക്കുന്നുണ്ട്. അതേ സിറ്റുവേഷൻ ചില ആൾക്കാർക്ക് ഭയങ്കര ഹെവി ആയിരിക്കാം. സോ ഇറ്റ് ഈസ് നോട്ട് മാറ്റർ ഓഫ് എ ഡിജിറ്റ്. അപ്പോൾ ബോഡി വെയ്റ്റും അത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ശീലിച്ച ഒരാൾ, അതായത് എക്സസൈസ് റെജിമെൻറ്റ്സ് ഏതെങ്കിലും ഒരു തരത്തിൽ നന്നായി ശീലിച്ച ഒരാൾ, എസ്പെഷ്യലി യോഗാസനാസ് നന്നായി ശീലിച്ച ഒരാൾ എന്താ സംഭവിക്കുന്നത്? വിത്ത് പ്രാണായാമം. അപ്പോൾ യോഗാസനാസ് നന്നായി ശീലിക്കുമ്പോൾ നമ്മൾ ബോഡിയിലുള്ള മസിൽസ്, ബോൺസ്, നെർവ്സ്, ബ്ലഡ് വെസൽസ് ഇതൊക്കെ അതിനനുസരിച്ച് ട്യൂൺഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എന്താണ് അതിനനുസരിച്ച് ട്യൂൺഡ് ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നമ്മൾ താടാസന എടുക്കുകയാണ്. ഞാൻ ശീർഷാസനത്തിലേക്ക് വരാം. ഞാൻ എക്സാമ്പിൾ താടാസന വെച്ച് തുടങ്ങാം. താടാസന ഈസ് എ മോസ്റ്റ് സിമ്പിൾ എക്സസൈസ്. ബേസിക് ആയിട്ട് ആർക്കും, എനിക്കും നിങ്ങൾക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബേസിക് ലെവലിലുള്ള ഒരു ആസനയാണ്. അപ്പോൾ താടാസന ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ബോഡി നമ്മൾ സ്ട്രെച്ച് ചെയ്യാണ്. കാല് ജസ്റ്റ് വിരലിൽ നിന്ന് ഫുൾ ബോഡി അങ്ങ് കൈൻ്റെ ടിപ്സ് വരെ അങ്ങ് സ്ട്രെച്ച് ചെയ്യാണ്. ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എല്ലാ ബോഡി മസിൽസ് അങ്ങ് എന്താ പറയുക, കൺസ്ട്രിക്റ്റ് ആവും. ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കും. ഇങ്ങനെ കൺസ്ട്രിക്റ്റ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ട്? അതിലുള്ള ബ്ലഡ് ഫ്ലോ എന്നുവെച്ചാൽ ബ്ലഡ് വെസൽസിനെയൊക്കെ അതൊന്ന് കംപ്രസ് ചെയ്തിട്ട് അതിൻ്റെ ആ ബ്ലഡ് ഫ്ലോ ഒന്ന് എൻഹാൻസ് ചെയ്യും ഇത്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് ഈ മസ്കുലേച്ചറിൻ്റെ ഇടയിലാണ്. സെയിം ടൈം നെർവ്സും അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിലെ കൂടിയാണ് ഇതിൻ്റെയൊക്കെ പാസേജ്. ഇതിനൊരു മസാജിങ് എഫക്റ്റാണ്. ഇതിൻ്റെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, മസിൽസിൻ്റെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ കാരണം ഇതിന് ഈ നെർവ്സിനും ഈ ബ്ലഡ് വെസൽസിനും ഒക്കെ ഒരു മസാജിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ സെയിം ടൈം ഈ മസിലിൻ്റെ ടോണിങ്, അപ്പോൾ ബ്ലഡ് വെസൽസ് നന്നായി, നെർവ്സിൻ്റെ ഒരു എന്താ പറയുക സർക്കുലേഷൻസ് നന്നായി, നെർവ് ഇമ്പൾസിൻ്റെ സർക്കുലേഷൻ നന്നായി, സെയിം ടൈം ബോൺസും ഭയങ്കര സ്റ്റഡിയായി, മസിൽസും സ്റ്റഡിയായി. അപ്പോൾ ഇത്രയും പവർ നമുക്ക് കിട്ടി. അതായത് ബ്ലഡ് വെസൽസിൻ്റെയും നെർവ്സിൻ്റെയും മസിൽസിൻ്റെയും ബോൺസിൻ്റെയും ജോയിൻസിൻ്റെയും ഒക്കെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടി. അങ്ങനെ സ്റ്റേബിളായ മനുഷ്യനാണ് ഈ ബേസിക് യോഗയിൽ നിന്ന് അഡ്വാൻസ്ഡ് യോഗയിലേക്ക് പോകാനുള്ള പറ്റിയ ഒരാൾ. ഈ ആസനാസ് നന്നായി ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാണായാമം അഭ്യസിക്കുക. ഈ പ്രാണായാമം അഭ്യസിക്കുമ്പം വേണ്ട പ്രാണ ഈ എല്ലാ ജോയിൻസിലേക്കും, എല്ലാ ബോൺസിലേക്കും, എല്ലാ മസിൽസിലേക്കും, എല്ലാ ഓർഗൻസിലേക്കും എത്തും. ദ മോർ ദ പ്രാണ ദ ലൈറ്റർ യു ആർ. സിമ്പിളാണ്, ഒന്നും വലിയ കൂടുതലൊന്നും അതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല. അപ്പോൾ ഒരു കുഴൽ അടഞ്ഞു കിടക്കുമ്പം പ്രാണക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആസന വഴി, ഷഡ്ക്രിയാസ് വഴി ഈ കുഴലുകളിൽ ഈ നാഡീസ്, സോ കോൾഡ് നാഡീസ് എന്നാണ് നമ്മളതിനെ പറയാം, നാഡീസ് ഒക്കെ ക്ലിയർ ആക്കി വിടുകയാണ് നമ്മൾ ആദ്യം. ആസനാസ് ചെയ്തിട്ടും ഷഡ്ക്രിയാസ് ചെയ്തിട്ടും ഒക്കെ നമ്മൾ ഈ നാഡികളെ ക്ലിയർ ആക്കി വിടുകയാണ്. നല്ല ഭക്ഷണം കഴിച്ചാലും നാഡികൾ ക്ലിയർ ആവും. ഈ ക്ലിയർ ആയ നാഡിയിലെ കൂടി നല്ല പ്രാണം അങ്ങ് നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ബലൂണിൽ എങ്ങനെയാണ്, ബലൂൺ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യാതെ നമ്മൾ അവിടെ വെച്ചാൽ അത് അവിടെ കിടക്കും. ബലൂൺ നമ്മളൊന്ന് വലിച്ച് അതിന് പ്രാണ കയറ്റി വിട്ടാൽ ബലൂൺ പറക്കും. ഇറ്റ് ബിക്കംസ് ആസ് ലൈറ്റ് ആസ് ദാറ്റ്.
അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് നന്നായി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആൻറ്റി ഗ്രാവിറ്റി നമുക്ക് പൊങ്ങാൻ പറ്റണം. അതാണ് അതിൻ്റെ സയൻസ്. അപ്പോൾ ഇൻഫ്ലേറ്റ് ആവും. അപ്പോൾ എത്ര പ്രാണം നമ്മൾ കൂടുതൽ നമുക്ക് പിന്നെ നമ്മുടെ ബോഡിയിലേക്ക് എടുക്കാൻ പറ്റും അത്രയും നമ്മൾ ലൈറ്റ് ആവും. ആ സമയത്ത് ശീർഷാസനം എല്ലാം എന്തും ചെയ്യാം. ഒരു വിരലിൽ വരെ നിൽക്കുന്നത് വലിയൊരു വിഷയമല്ല. അല്ലെങ്കിൽ ഇഫ് യുവർ ബോഡി ഈസ് ഹെവി, ഇഫ് യുവർ മസിൽ ഡസൻ നോ എങ്ങനെയാണ് ആ നെക്കിനെ മാനേജ് ചെയ്യേണ്ടത് അങ്ങനെ അറിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് അത് ഉറപ്പായിട്ടും നിങ്ങളെ സ്പൈനിനെ വേർട്ടിബ്രാസിനെ പിന്നെ ഫ്രാക്ചർ ചെയ്തിട്ട് അതിൻ്റെ സ്പൈനൽ കോഡിനെ ബുദ്ധിമുട്ടിക്കും, ഉറപ്പായിട്ടും ബുദ്ധിമുട്ടിക്കും. ശീർഷാസനം ഉറപ്പായിട്ടും അതൊരു വലിയൊരു പ്ലാൻഡായിട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ശീർഷാസനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. നന്നായി യോഗ പ്രാക്ടീസ് ചെയ്തിട്ട്, നല്ല ആസനാസ് പ്രാക്ടീസ് ചെയ്ത്, നന്നായി പ്രാണായാമ പ്രാക്ടീസ് ചെയ്ത്, നല്ല ഭക്ഷണത്തോടു കൂടി പഥ്യാഹാരത്തോടു കൂടി നിൽക്കുന്ന ആൾക്ക് ശീർഷാസനം ഇസ് ദ ബെസ്റ്റ് ആസനം. നാഡികളെ കുറിച്ച് പറയാം. എന്താണ് നാഡി എന്ന് പറയുന്നത്? ഓക്കെ, ആയുർവേദത്തിലും യോഗയിലും ഒരുപാട് സ്ഥലത്ത് നാഡികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് നാഡികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാഡി എന്ന് പറയുന്നത് ദാറ്റ് വിച്ച് ഫ്ലോസ്, അതാണ് അതിൻ്റെ അർത്ഥം. ഒഴുകുന്നു, എന്താണോ ഒഴുകുന്നത് അതാണ് നാഡി. അതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനൊരു സ്ട്രക്ചറില്ല. നാഡി എന്ന് പറയുന്ന ഒരു സാധനത്തിന് സ്ട്രക്ചറില്ല. എന്താണോ ഒഴുകുന്നത് അതാണ് നാഡി. അപ്പം നമ്മളെ ബോഡിയിൽ പല സാധനങ്ങളും ഒഴുകാൻ ഉള്ള പല ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് വായിന്ന് തുടങ്ങി മലം പോകുന്ന അടുത്ത് വരെ ഏനൽ ഒറിഫൈസ് വരെയുള്ള ഒരു നാഡിയാണ്. അതിലേ കൂടി ഭക്ഷണം ഒഴുകുന്നു, അത് നാഡിയാണ്. എയർ ഒഴുകുന്ന റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, മൂക്കുന്ന് തുടങ്ങുന്നു, ലങ്സ് വരെ എത്തുന്നു, ലങ്സിൽ നിന്ന് ബ്ലഡ് വെസൽസിലേക്ക് ഓക്സിജൻ ക്യാരി ചെയ്യുന്നു, ഓർഗൻസിലേക്ക് എത്തുന്നു, ഓർഗൻസിൽ നിന്ന് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ബ്ലഡ് വഴി തിരിച്ച് ലങ്സിലേക്ക് എത്തുന്നു. അതൊരു വഴിയാണ്, അതേപോലെ ഒരു സ്ട്രക്ചറാണ്. അതിലേ കൂടി ഓക്സിജൻ ഒഴുകുന്നു, എയർ ഒഴുകുന്നു. അപ്പോൾ അത് നാഡിയാണ്. നെർവ്സ്, ന്യൂറോൺസ് എന്ന് പറയുന്നത്, പിന്നെ നെർവ്സ് എന്ന് പറയുന്നതും ഇതേപോലെ ഒരു നാഡിയാണ്. അതിലേ കൂടി ഇമ്പൾസസ് ഒഴുകുന്നു. പിന്നെ ഇപ്പോൾ കണ്ണ് നമ്മൾ കാണുന്നു, ഓപ്റ്റിക് നെർവ് വഴിയാണ് ബ്രെയിനിലേക്ക് പോകുന്നത്. ബ്രെയിൻ അതിനനുസരിച്ച് അതിനെ മനസ്സിലാക്കി അതിന് തിരിച്ചുള്ള സാധനങ്ങളെ, ഇപ്പോൾ ഒരു തീ കണ്ടു, അതുപോലെ തീ തൊടരുത് എന്ന് നമ്മൾ കൈയിനെ ഒന്ന് വലിപ്പിക്കുന്നത് ഈ ബ്രെയിൻ പറഞ്ഞിട്ടാണ് കൈ അങ്ങ് വലിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പാത്തുണ്ട് ഇതിന്. ആ പാത്തിലേക്കൂടെ ഒഴുകുന്നത് എന്തും ആവാം. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ചർമ്മത്തിൽ നിന്ന് നമ്മൾ വേർപ്പ് ഒഴുകുമ്പോൾ അതിനെ നമ്മൾ വിയർപ്പ് ഗ്രന്ഥി എന്നൊക്കെ പറയും. അത് വേർപ്പൊഴുകുന്ന ഒരു സാധനം, കണ്ണിന്ന് കണ്ണീരാണ്. പക്ഷെ ഇതൊക്കെ പ്രവർത്തിച്ച് ഒഴുകുന്നത് അതൊരു നാഡി വഴിയാണ് വരുന്നത്. ഡക്റ്റ് എന്ന് നമുക്ക് ഓൾമോസ്റ്റ് പറയാം. പക്ഷെ ഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിയോളജിക്കലി ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡക്റ്റിന് ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചർ അവിടെ അത്യാവശ്യമാണ്. നാഡിക്ക് അതാ വേണമെന്നില്ല, അതിനൊരു സ്ട്രക്ചറൽ അപ്പിയറൻസ് അവിടെ വേണമെന്നില്ല. അപ്പം എന്ത് സാധനം എതിലെങ്കിലും ഒഴുകുന്നതായിട്ട് അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് നാഡിയിൽപ്പെടും. അതുകൊണ്ടാണ് 72,000 നാഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. 72,000 നാഡിയിൽ കൂടുതലേ ആവുള്ളൂ, കുറയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കാപ്പിലറീസ് ഉണ്ടല്ലോ, അതായത് ബ്ലഡ് വെസൽസ് മെയിനായിട്ട് പോയിട്ട് അവസാനം ബ്രാഞ്ച് ചെയ്ത് കുഞ്ഞു കാപ്പിലറീസ് എന്ന് പറയും അതിനെ. ആർട്ടറീസും വെയിൻസും കാപ്പിലറീസ് ആയിട്ടാണ് എൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പക്ഷെ മെയിൻലി ഈ 72,000 നാഡി പഠിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ യോഗക്കാരും ആയുർവേദക്കാരും അതിനെ ഒരു എന്താ പറയുക ഡിവൈഡ് ചെയ്തിട്ട് 3 എന്ന് വെച്ചത്. ഈടാനാഡി, പിങ്കളാനാഡി, സുഷുമ്നാനാഡി. അപ്പോൾ അതിൻ്റെ എഫക്ട്സും അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീതിങ് എന്ന് പറയുന്നത് ഈടാനാഡി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈടാനാഡിയുടെ കീഴിൽ ചില നാഡികൾ വരുന്നുണ്ട്. സോ വി ആർ എന്താ പറയുക, നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ ഈ 72,000+ നാഡികളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഈടാനാഡീൻ്റെ കീഴിൽ കുറച്ച്, പിങ്കളാനാഡീൻ്റെ കീഴിൽ കുറച്ച്, അപ്പോൾ സുഷുമ്നാനാഡി കുറച്ച്, അങ്ങനെയാണത്. അപ്പം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഈടാനാഡിയും പിങ്കളാനാഡിയുമാണ്. ആസ് എ ഫിസിക്കൽ ബോഡി, ആസ് എ മാൻ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇൻട്രൂഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് നന്നാക്കാൻ പറ്റുന്നത് എന്നാണ് ഈടാനാഡി, പിങ്കളാനാഡി. ഈ പിങ്കളയും ഈടയും നന്നാക്കി വരുമ്പോൾ താനേ സുഷുമ്ന നന്നാവുന്നതാണ്. ഡയറക്റ്റ്ലി വി ഡോണ്ട് ഹാവ് അപ്രോച്ച് ടുവേർഡ്സ് സുഷുമ്ന. അതാണ് നമ്മളെ സയൻസ് പറയുന്നത്. അപ്പോൾ നമ്മൾ
ആസനാസ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ നാഡീനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പ്രാണായാമത്തേക്കേ പോവുള്ളൂ. അങ്ങനെയല്ല. ഭക്ഷണം വഴി നമുക്ക് നാഡി നന്നാക്കാം, ആസനാസ് വഴി നമുക്ക് നാഡി നന്നാക്കാം. ഓക്കെ, പ്രാണായാമം ഓഫ് കോഴ്സ് പ്രാണായാമ വഴി നമുക്ക് നാഡി നന്നാക്കാം. നമ്മൾ ഈടാനാഡി നന്നാക്കിക്കൊണ്ട് പോവുക, പിംഗള നാഡി നന്നാക്കിക്കൊണ്ട് പോവുക. ഓക്കെ, അത് രണ്ടും ബാലൻസ്ഡ്, അനുലോമ വിലോമ പോലെ ബാലൻസ്ഡ് ആയി വരുമ്പോഴത്തേക്കും ഇറ്റ് ആഡ്സ് ഓൺ ടു ദ സുഷുമ്ന. സുഷുമ്നയിലേക്ക് എനർജി കയറാൻ തുടങ്ങും. ഇത് ബാലൻസ്ഡ് ആയിരിക്കണം, അതിൻ്റേതായ രീതിയിൽ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ് സുഷുമ്നയിലേക്ക് എനർജി കയറുക. അല്ലാതെ ദർ ഇസ് നോ വേ ഇങ്ങനെ നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചിട്ട് സുഷുമ്നയിലേക്കൊന്നും ഒരിക്കലും നമുക്ക് എനർജൈസ് ചെയ്യാൻ വഴിയില്ല. അപ്പം നമ്മൾ ചക്ര മെഡിറ്റേഷനും അങ്ങനെ പലതരം മെഡിറ്റേഷനൊക്കെ ഉണ്ട്, സുഷുമ്നേനെ ഉണർത്തിക്കാമെന്നും വേണ്ടിയിട്ട് പല. പക്ഷെ അതൊക്കെ ആക്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ്, നാഡി വഴിയാണ്. ഇപ്പോൾ ഒരു ചക്ര നമ്മൾ പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ, ഇപ്പോൾ സപ്പോസ് മൂലാധാര ചക്രത്തിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വിചാരിക്കുക, അത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നാക്കുന്നത് ഈ ഈടയും പിങ്കളയാണ്. അത് നന്നാവുമ്പോഴാണ് ഇത് നന്നാവുന്നതിനെ എനർജൈസ് ചെയ്യുമ്പോഴാണ് ഇതെങ്ങനെ. ഇപ്പോൾ നമ്മൾ ഫിസിയോളജിക്കലി സംസാരിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഇസ് ഫെമിനിൻ, റൈറ്റ് ഇസ് മാസ്കുലിൻ. അപ്പോൾ എല്ലാ ഫെമിനിൻ ഏരിയാസാണ് ലെഫ്റ്റ്, അപ്പോൾ ഓൾ മാസ്കുലിൻ ഏരിയാസാണ് റൈറ്റ്. അപ്പോൾ നമ്മൾ പല രീതിയിൽ നമുക്കിതിനെ പറയാം. ലെഫ്റ്റ് മൂൺ സൈനാണ്, റൈറ്റ് സൺ സൈനാണ്. ലെഫ്റ്റ് തണുപ്പാണ്, റൈറ്റ് ചൂടാണ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിയോളജിക്കലി നമ്മൾ സംസാരിക്കും പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റീസാണ്, റൈറ്റ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമ്മൾ ബ്രെയിനിന് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു നെർവസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം രണ്ട് തരത്തിലാണ്, ഒന്ന് പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, മറ്റൊന്ന് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഈ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ആണ്. എല്ലാ റെസ്റ്റ് ആക്ടിവിറ്റീസ്, എല്ലാ റിലാക്സേഷൻ ആക്ടിവിറ്റീസ് ആർ ഡൺ ബൈ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഡൈജഷനും റെസ്റ്റും ശരിക്കും പറഞ്ഞാൽ ഒന്നിച്ച് പോകേണ്ട കാര്യങ്ങൾ. എന്നുവെച്ചാൽ ഒരിക്കലും ഭക്ഷണം നടന്നുകൊണ്ടോ ഓടിക്കൊണ്ടോ ടെൻഷൻ അടിച്ചുകൊണ്ടോ കഴിക്കരുത്. റെസ്റ്റിൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ, എന്നാലേ ഡൈജഷൻ നടക്കുന്നുള്ളൂ. അതിൻ്റെ സയൻസ് വേറെ. സോ ഡൈജസ്റ്റും റെസ്റ്റും റിലാക്സേഷനും ഒക്കെ ഡൺ ബൈ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എല്ലാ ആക്ടിവിറ്റീസും, കാഴ്ചയായിക്കോട്ടെ, ദഹന പ്രക്രിയ ആയിക്കോട്ടെ, ശ്വാസം എടുക്കലായിക്കോട്ടെ, ന്യൂറോളജിക്കൽ അതായത് ഇമ്പൾസസ് പാസ് ചെയ്യുന്ന മെസ്സേജസ് പാസ് ചെയ്യുന്നതായിക്കോട്ടെ, എല്ലാ ആക്ടിവിറ്റീസ്, ഒരു വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു വർക്ക് ഇപ്പം വേർക്കുക, അങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി പഠിപ്പിക്കാൻ നമ്മൾ ചുറ്റും നിറയെ ആൾക്കാരുണ്ട് അല്ലേ. ഇങ്ങനെ നടക്ക്, ഇങ്ങനെ ഇരിക്ക്, ഇങ്ങനെ കഴിക്കുക, അങ്ങനെ ആക്ടിവിറ്റീസ് പഠിപ്പിക്കാനൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ഈ റിലാക്സേഷൻ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല, നമ്മളെ മറന്നു പോയിട്ടുമുണ്ട് അത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താ സംഭവിക്കുക, ആക്ടിവിറ്റീസ് ഒക്കെ ധാരാളം ഉണ്ട്, എല്ലാം അറിയാം നമുക്ക് കളിക്കാനറിയാം, ഓടാനറിയാം, പിന്നെ എന്താ പറയുക ഗുസ്തിക്ക് അറിയാം, ഒക്കെ അറിയാം, എല്ലാം അറിയാം, എല്ലാ ആക്ടിവിറ്റീസും അറിയാം. പക്ഷേ ഈ ഓരോരോ ആക്ടിവിറ്റീസ് കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്ക് സെയിം ടൈം പാരസിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൊടുത്തിട്ട് അതിന് റെസ്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യം ആരും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു തന്നിട്ടുമില്ല, നമ്മൾ ചെയ്യാനുള്ള നമുക്ക് സമയവുമില്ല. അതുകൊണ്ട് ബോഡി ഹാസ് ഗോൺ ടു എ ടോൾ. അതായത് ബോഡി പ്രശ്നമുണ്ടായി തുടങ്ങിയത് ഈ സിമ്പത്തറ്റിക് ആക്ടിവിറ്റീസ് മാത്രം അങ്ങനെ പോയത് കൊണ്ടാണ്. അതിൻ്റെ ഒന്നിച്ച് തന്നെ പാരസിമ്പത്തറ്റിക് ആക്ടിവിറ്റി ചെയ്യാത്തത് കൊണ്ടാണ് ഓരോരോ ഓർഗനും പ്രശ്നമായി വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അടുപ്പിച്ച് തന്നെ അതിൻ്റെ ഒരു ആക്ടിവിറ്റിയും കൂടി ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് ബാലൻസ് ആവുന്നുള്ളൂ. ഇതിങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അനുലോമ വിലോമ പ്രാണായാമം പോലത്തെ ഓരോന്ന് നമ്മൾ അഭ്യസിക്കുന്നത്. അങ്ങനെ ഇത് ബാലൻസ് ആയാൽ മാത്രമേ ഈ സുഷുമ്നയിലേക്ക് എനർജി കയറുന്നുള്ളൂ. ഈ സുഷുമ്നയിലേക്ക് എനർജി കയറി തുടങ്ങിയാൽ മാത്രമേ ഇത് അവെയർനെസ്സിലേക്ക് നമ്മളെ ബോഡി പോകുന്നുള്ളൂ. കൂടുതൽ അവെയർനെസ്സിലേക്ക് മൈൻഡ് കയറി വരണമെങ്കിൽ ഈ സുഷുമ്നയിലേക്കൂടി സുഷുമ്നയിലൂടെ എനർജി കടന്ന് പോയി തുടങ്ങണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു അവെയർനെസ് ലെവൽ കൂടുന്നുള്ളൂ. സോ ഇതിപ്പോൾ ഗ്ലാൻഡ് വൈസും പറയാം നമുക്ക്. ലെഫ്റ്റ് സൈഡ് ഫെമിനിൻ ആണ്, എല്ലാ ഫീമെയിൽ ഹോർമോൺസ്, ഇപ്പോൾ പ്രൊജസ്ട്രോൺ ആയിക്കോട്ടെ, ഈസ്ട്രോജൻ ആയിക്കോട്ടെ, ഈ ഓക്സിറ്റോസിൻ ആയിക്കോട്ടെ, ഇതൊക്കെ നന്നാക്കണമെങ്കിൽ ലെഫ്റ്റ് ബ്രീത്തിങ് ആണ്. റൈറ്റ് ബ്രീത്തിങ് ആൻഡ്രോജൻസ്, മെയിൽ ഹോർമോൺസ് മുഴുവൻ റൈറ്റ് ബ്രീത്തിങ് ആണ്. അതായത് ആൻഡ്രോജൻസ്, അഗെയിൻ പ്രൊജസ്ട്രോൺ, അതൊക്കെ റൈറ്റ് ബ്രീത്തിങ് ആണ്. അതിലേ കൂടി നമുക്ക് നന്നാക്കാൻ പറ്റും.
പിന്നെ വേറെന്താ ലെഫ്റ്റിലെ പിന്നെ ഹോർമോണൽ ഗ്ലാൻഡ് നന്നാക്കാൻ പറ്റും. ഇതേപോലെ പിന്നെ ഫീമെയിൽ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പിറ്റ്യൂട്ടറിയിൽ എന്താ പറയുക FSH അങ്ങനത്തെ ഒക്കെ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ല്യൂട്ടനൈസിങ് ഹോർമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഏരിയ ഉണ്ട്. അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ബ്രീതിങ് നല്ലതാണ്. ഇടനാടിയിലെ കൂടി ബ്രീത്ത് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇറ്റ് ഹസ് നല്ല ഒരു ഫിസിയോളജിക്കലി അത് നല്ലൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഇതിന്. എങ്ങനെയാണ് ഈ ബ്രീത്ത് ലെഫ്റ്റിലെ കൂടി ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ അത് ഏത് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്, ആ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ അത് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ബോഡിയിലേക്ക് ഒരു എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഓൾ ദ സിമ്പത്തറ്റിക് ആക്ടിവിറ്റീസ് ആൻഡ് ദ പാരസിമ്പത്തറ്റിക് ആക്ടിവിറ്റീസ് ഷുഡ് ബി ബാലൻസ്ഡ്. അത് ബാലൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു യോഗ ആസ്പിറൻ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡോക്ടർജി, യോഗ എന്നുള്ളതിനെ കൂടുതൽ റിസർച്ച് മെൻറ്റാലിറ്റിയോട് വേണം കാണുന്നത്. കാരണം നമ്മുടെ ഋഷിമാർ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ്, അവരുടെ ഒരു ദർശനമാണ് യോഗ എന്ന് പറയുന്നത്. തീർച്ചയായും അതിൽ അവരുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവും. പക്ഷേ അന്ന് ഇത്രയും സയൻറ്റിഫിക്കായിട്ട് യോഗയെ കാണുമ്പോൾ ആ ബ്ലെസ്സിങ്ങിനെ ഏത് രീതിയിലാണ് ഡോക്ടർജി മനസ്സിലാക്കിയിരിക്കുന്നത്? യോഗയും ആയുർവേദവും ഒക്കെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും സയൻറ്റിഫിക്കായിട്ട് സംസാരിച്ചത് സയൻറ്റിഫിക്കായിട്ട് അറിയേണ്ടവർക്ക് വേണ്ടി മാത്രമാണ് സംസാരിച്ചത്. എനിക്ക് സയൻസിൻ്റെ ആവശ്യമില്ല, എനിക്ക് എക്സ്പീരിയൻസസ് തന്നെ ധാരാളം മതി. നമുക്ക് കാഴ്ച ഉണ്ടായാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ഒരു കാഴ്ച വേണം. ബ്ലെസ്സിങ്സ് നമ്മൾ കാണാൻ നമുക്ക് അങ്ങനത്തെ ഒരു കാഴ്ച വേണം. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പലയിടത്തും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസിൽ വിളിച്ചെടുത്തൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പെയ്ഡായിട്ടും പെയ്ഡ് അല്ലാതെയും. നമ്മളിപ്പോൾ എപ്പോഴും അതൊരു മോണിറ്ററി ബെനിഫിറ്റ്സ് പറയാനല്ല, പെയ്ഡായിട്ടും പെയ്ഡ് അല്ലാത്തടത്തും പോയിട്ടുണ്ട്. ഈ പോകുന്നിടത്തൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോവാറ്. എപ്പോഴും ഒരു 4-5 മണിക്കൂർ ഇരുന്ന് ഏത് ടോപ്പിക്, ചിലപ്പോൾ ഞാൻ സംസാരിച്ച ടോപ്പിക്ക് തന്നെയായിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുക. എവിടെയും ഞാൻ പ്രിപ്പയർ ചെയ്യാതെ എനിക്കെല്ലാം അറിയാമെന്ന് ഞാൻ പോവാറില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയി സംസാരിച്ചാലും ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് ഓഡിയൻസിന് വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ട്രൂ നോളജ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവിൽ വന്നതല്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ, ഇപ്പോൾ ഈ ഒരു ടോക്കൺ, ഈ ഇൻ്റർവ്യൂ തന്നെ ആയിക്കോട്ടെ, സരസ്വതി വന്നിട്ടുണ്ട് നാക്കിലിരിക്കുന്നതാണ്. അതെനിക്ക് 101% ഞാനല്ല അപ്പം സംസാരിക്കുന്നത്. എൻ്റെ ടോക്ക് കേട്ടവരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് എന്തോ ഒരു ആ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് കാലിൽ വീഴും. അത് ഞാനല്ല സംസാരിച്ചത്. അപ്പോൾ എവിടുന്നോ എനിക്ക് ഒരു നോളജ് അല്ലെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സ് എനിക്ക് നാക്കിൽ വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് എൻ്റെ മനസ്സിലുമല്ല. ഞാൻ പറയട്ടെ, ഞാനിതൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ സംഭവിക്കണമെന്നൊന്നും അങ്ങനെയല്ല. ഞാൻ കാൽക്കുലേറ്റീവ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഈ നാക്കിൽ വന്നിട്ടാണ് എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്നത്. ആ ഒരു ടോപ്പിക്സ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും ബ്ലെസ്സിങ്സ് ആണത്. അത് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം യോഗയിൽ തന്നെ പറയും, ആയുർവേദ യോഗത്തിൽ പറയുന്നുണ്ട്, എല്ലാവർക്കും യോഗയിൽ എത്താൻ പറ്റില്ല. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ തന്നെ കാണുന്നുണ്ട്, ചിലപ്പോൾ ഒരു 10 ആൾക്കാർ ക്ലാസ്സിന് വരും, പക്ഷേ യോഗ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നതല്ല ഒരാളായിരിക്കും. നമ്മൾ 1 മണിക്കൂർ സംസാരിച്ചത് 1 മണിക്കൂറിലുള്ള കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയ ആൾക്കാരുണ്ടാവും. പക്ഷേ ആ 1 മണിക്കൂർ സംസാരിച്ചാൽ 5 മിനിറ്റിൻ്റെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയ ചില ആൾക്കാരുണ്ടാവും. അത് പെർസെപ്ഷൻ ലെവലാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ല യോഗ എല്ലാവർക്കും കേൾക്കാൻ കഴിവൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ യോഗ കൊണ്ട് നടക്കാൻ, യോഗ ഏറ്റു നടക്കാൻ എന്താ പറയുക, ബ്ലെസ്ഡ് ആയിട്ട് ചില ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഋഷീശ്വരന്മാരുടെ ആ ഒരു ലീഗസിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ആ ബ്രെയിൻ കപ്പാസിറ്റി തന്നെ ഉണ്ടാവുള്ളൂ, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരുപാട് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ, നമ്മൾ റോഡിലേ നടക്കുന്നുണ്ട്, ഒരുപാട് തെങ്ങുണ്ടല്ലേ, തെങ്ങ് ഒരുപാടില്ലേ, അപ്പുറത്തൊക്കെ തെങ്ങുണ്ട്, അതിലൊക്കെ തേങ്ങയുണ്ട്, തലയിൽ വീഴുന്നുണ്ടോ? അങ്ങനെ നോക്കിയാൽ എല്ലാവരും തലയിലും ചക്കയും തേങ്ങയൊക്കെ വീഴണ്ടേ? വി ആർ ബ്ലെസ്ഡ്. തെങ്ങുണ്ട്, ഇപ്പോൾ കാറ്റ് വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്, ഇടി വരുന്നുണ്ട്, മിന്നൽ വരുന്നുണ്ട്, ഇതൊന്നും നമ്മളെ ഏൽക്കുന്നില്ലല്ലോ.
അവിടെയാണ് നമ്മൾ ബ്ലെസ്സിങ്സ് മനസ്സിലാക്കേണ്ടത് അല്ലേ. നമുക്ക് ജനിക്കുന്ന കുട്ടികൾ 2 കൈയും 2 കാലും നല്ല ബുദ്ധിയോടുള്ള കുട്ടികൾ ജനിക്കുന്നുണ്ട്. എനിക്ക് ചിന്തിക്കേണ്ട കഴിവ് എനിക്ക് ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ബ്ലെസ്സിങ്സ് ആണ്. നമ്മൾ ബ്ലെസ്സിങ്സ് കാണാതെ പോകുന്നതാണ്. എല്ലാവർക്കും ബ്ലെസ്സിങ്സ് ഉണ്ട്, ഞാൻ പറയുകയാണ്, എല്ലാവർക്കും ബ്ലെസ്സിങ്. പക്ഷെ നമ്മളത് കാണുന്നില്ല, നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഇന്ന് എനിക്കിവിടെ ഇരിക്കാൻ പറ്റി, നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. പക്ഷെ അത് ഞാൻ അതിന് നന്ദി പറയുക വേണ്ട. നമ്മൾ എന്താ പറയുക, ഡിവൈൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ബ്ലെസ്സിങ്സിനെ ഇഫ് യു വോണ്ട് മോർ ബ്ലെസ്സിങ്സ് ഷോ ദ ഗ്രാറ്റിറ്റ്യൂഡ്. അതാണ് എൻ്റെ ഒരു ലൈൻ അങ്ങനെയാണ്. പിന്നെ മോർ യു ആർ താങ്ക്ഫുൾ ദ മോർ ബ്ലെസ്സിങ്സ് യു ഗെറ്റ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലും അങ്ങനെയല്ലല്ലോ, പ്രൈസ് ദ ലോർഡ് എന്നാണ് പറയുന്നത്. പ്രൈസ് ദ ലോർഡ് എന്നാണ്, ഗോഡിനെ പ്രൈസ് ചെയ്യുക, അപ്പോഴാണ് ബ്ലെസ്സിങ്സ് വരിക. ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് എല്ലാം ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെറിയൊരു രീതിയിൽ എനിക്ക് മനസ്സിലാക്കിയത്, നമ്മൾ ബ്രെയിനിലൊരു പാർട്ടുണ്ട്, ആ ഒരു പർട്ടിക്കുലർ പാർട്ടിലാണ് ആങ്സൈറ്റി ഫീൽ ചെയ്യുക. അതേ പാർട്ടിലാണ് നമുക്ക് സറണ്ടറൻസ്, നമ്മൾ അതേ സാധനമാണ്. അപ്പോൾ എവിടെയാണോ നമ്മൾ സറണ്ടർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആങ്സൈറ്റിക്ക് അവിടെ സ്ഥാനമില്ലാതെയാവും. സറണ്ടർ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ആങ്സൈറ്റി ഒന്നും ഇല്ലാതിരിക്കും, കൂടുതൽ കാര്യങ്ങൾ നമ്മളിൽ വന്നു ചേരും. പിന്നെ ഈ ഒരു പോസിറ്റീവ് നോട്ട്, അതായത് നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിരിക്കണം. നമ്മൾ എന്താ പറയുക, ധാരണ എഫക്റ്റാണ്. നമ്മൾ ഒരു എന്താ പറയുക, വാക്യൂമിൽ മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫുള്ളായാലും ഒരിക്കലും നമുക്ക് അതിൻ്റെ മേലെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബ്ലെസ്സിങ്സ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹോളോ ആയിരിക്കണം. ഒരു ഈഗോ ഒന്നുമില്ലാതെ, ഒരു കനവും ഇല്ലാതെ, ഒരു ഈഗോ ഒന്നുമില്ലാതെ നമ്മൾ വേക്കൻ്റ് ആയിട്ട്, നമ്മൾ ഹോളോ ആയിട്ട് നമ്മൾ ബ്ലെസ്സിങ്സ്, അങ്ങനെ മാത്രമേ നമുക്ക് ബ്ലെസ്സിങ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ഐ ആം ടുഡേ, ഞാൻ പറയാൻ ഒട്ടും മടിക്കാതെ ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ അതെല്ലാം എൻ്റെ ഗുരുക്കന്മാർ ബ്ലെസ്സിങ്സ് മാത്രമാണ്. എനിക്ക് ഒരു ഗുരുവിൻ്റെ പേര് പറയാനില്ല, പക്ഷെ എല്ലാം ഗുരുക്കന്മാരെ, എൻ്റെ അവിദ്യ ഒക്കെ മാറ്റി, എൻ്റെ ഇഗ്നോറൻസ് ഒക്കെ മാറ്റിയത്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഐഡിയാസാണ് വരിക. എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് തുടങ്ങണം, അങ്ങനെ എനിക്ക് ഐഡിയാസാണ് വരിക. എനിക്ക് എവിടെ നിന്നാണ് ആ ഐഡിയാസ് വരുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എഴുതി തുടങ്ങും. എനിക്ക് ബുക്സ് ഉണ്ട്, ഇങ്ങനെ ബുക്സൊക്കെ വെച്ച് ഞാൻ എഴുതി തുടങ്ങും. അപ്പോൾ എനിക്ക് കൂടുതൽ പോയിൻറ്റ്സ് വരും. അതിനേക്കാളും എനിക്ക് ഭയങ്കര ഒരു തമാശയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, അന്ന് നോക്കുന്ന, ഞാനിപ്പോൾ കുറച്ച് റീൽസ് നോക്കുന്നു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഒക്കെ കാണുന്ന, അതൊക്കെ റിലേറ്റഡ് ആയിരിക്കും. ഇതൊക്കെ ബ്ലെസ്സിങ്സ് ആണ്. ഇതൊക്കെ ഞാൻ കണ്ട ബ്ലെസ്സിങ്സ് ആണ്. ഞാൻ ഒരു വെറുതെ പറയല്ല, ഞാൻ ഈ ത്രാട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് വന്ന് ലിംബിക് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഫുൾ എനിക്ക് വേണ്ട എന്താണ് എനിക്ക് അവിടെ ലാക്ക് ചെയ്തത്, അതെനിക്ക് ആ റീലിൽ കിട്ടി. അപ്പോൾ ഞാനത് സേവ് ചെയ്ത് വെക്കും. പിന്നെ ആ റീല് വെച്ചിട്ട്, ആ ലിംബിക് സിസ്റ്റത്തിൽ എൻ്റെ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ഞാൻ ബാക്കി ബുക്സ് എടുത്തിട്ട് വെക്കും. എനിക്ക് ആ കറക്റ്റ് ആ വഴി അതിൽ കണ്ടിരിക്കും. അത് എനിക്ക് ആ ഒരു പോയിന്റ്. പിന്നെ നമ്മളൊരു പ്രാവശ്യം കന്യാകുമാരി പോയി. ഇതൊക്കെ ചെറിയ ചെറിയ ബ്ലെസ്സിങ്സ് ആണെങ്കിലും പക്ഷേ എനിക്ക് എന്നിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയ പോയിന്റ്സ് ആണിത്. അപ്പോൾ കന്യാകുമാരി പോയി, നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു കോൺഫറൻസിന് പോയതാണ്, യോഗേൻ്റെ കോൺഫറൻസിന് പോയതാണ്. അപ്പം ഒരു അമ്പലത്തിൻ്റെ പുറത്ത് വൈറ്റ് ലൈൻസ് റെഡ് ലൈൻസ് എന്ന് പറഞ്ഞിങ്ങനെ അതിൻ്റെ ഭിത്തിയിൽ മുഴുവൻ അങ്ങനെ പെയിൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്നെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന എൻ്റെ കലീഗ് ഒരു സാറുണ്ട്. ആ സാറിനോട് ചോദിച്ചു, സാർ എന്താണ് ഇങ്ങനെ വൈറ്റ് ലൈൻസ് റെഡ് ലൈൻസ് എന്നൊക്കെ. അപ്പോൾ സാർ പറഞ്ഞു, അവർ 2 പെയിൻറ്റ് മാത്രമേ വാങ്ങിച്ച് കാണുള്ളൂ, വൈറ്റും റെഡും. അപ്പം എനിക്കത് കളിയാക്കുന്ന പോലെ തോന്നി. ഞാൻ വിചാരിച്ചു ഓക്കെ ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പോയി ഒന്ന് കറങ്ങിയൊക്കെ വന്നിട്ട് തിരിച്ച് നമ്മൾ നമ്മളെ കോൺഫറൻസിനിരുന്നു. എൻ്റെ ഫസ്റ്റ് സെഷൻ ശക്തിനെ പറ്റിയായിരുന്നു, ശിവശക്തിനെ പറ്റിയിട്ടായിരുന്നു. എനിക്ക് വേണ്ട എന്താണോ ചോദ്യം, മുഴുവൻ എക്സ്പ്ലനേഷൻ വിത്ത് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ശിവശക്തിനെ കുറിച്ച് അവിടെ എനിക്ക് കിട്ടി. അപ്പോൾ ഇതിനല്ലേ ഞാൻ ബ്ലെസ്സിങ്സ് എന്ന് പറയേണ്ടത്. അപ്പോൾ ഞാൻ എന്താണോ ആവശ്യപ്പെടുന്നത് ഈ യൂണിവേഴ്സിലേക്ക്, അതെനിക്ക് കിട്ടുകയാണ്. പക്ഷേ ആ ബ്ലെസ്സിങ്സ് അറിയാനും കിട്ടാനും കണ്ണ് തുറന്നിരിക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കാണില്ല, ഈ ബ്ലെസ്സിങ്സ് ഒന്നും നമുക്ക് കാണുമില്ല, അനുഭവിക്കാനും പറ്റില്ല. കണ്ണ് തുറന്നിരുന്ന എല്ലാ ബ്ലെസ്സിങ്സും എല്ലാ ദിവസവും എല്ലാ മിനിറ്റുകളും നമുക്ക് ബ്ലെസ്സിങ്സ് അനുഭവിക്കാൻ പറ്റും. ഡോക്ടർ ജി പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങുകയാണ്. കണ്ണുണ്ടായാൽ മാത്രം പോരാ, കാണേണ്ടതിനെ കാണണം, കാണേണ്ടതിനെ കണ്ടവരുണ്ട്, അവരെയും കാണാൻ സാധിക്കും. ഡോക്ടർ ജി ഇത്രയും നേരം സംസാരിച്ചത് യോഗ എന്ന് പറയുന്ന ആ യോഗ തെറാപ്പിയെ കുറിച്ചാണ്. എങ്ങനെ നമ്മുടെ ഋഷിമാർ നമുക്ക് തന്നിട്ട് പോയ ആ അറിവിനെ നമ്മുടെ ജീവിതത്തിൽ
പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് അവരുദ്ദേശിച്ച ആ സത്യത്തെ എങ്ങനെ ദർശിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇത്രയും നേരം ഡോക്ടർ ജി സംസാരിച്ചതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. യോഗ അറിയണമെങ്കിൽ അതിനൊരു യോഗം വേണം. തീർച്ചയായും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്, നമുക്ക് ഈ ഒരു അവസരം നൽകിയതിന് നന്ദി, കോടി കോടി പ്രണാമം. ഡോക്ടർ ജിക്ക് നമ്മൾ സാധകരോട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? യോഗ എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ മരുന്നുകൾക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, യോഗ ആണ് എല്ലാറ്റിനും ഒരു വ്യത്യാസം വരുത്താൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് യോഗയാണ്. പക്ഷേ യോഗ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക, യോഗ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഋഷീശ്വരന്മാർ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു ടൈം മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് യോഗ കൂടുതൽ മനസ്സിലാക്കുക, അതിൻ്റെ എഫക്ട്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് യോഗ എന്താണെന്നോ അതിൻ്റെ എഫക്ട്സ് എന്താണെന്നോ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ ഒന്നും യോഗ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിൽ കൃത്യമായി പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നത്, അഭ്യാസം വേണം, ദീർഘകാലം, നൈരന്തര്യം, സത്കാര സേവിതോ ദൃഢഭൂമി എന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് ഉറച്ച് നമ്മളെ ബോഡിയിലേക്ക് എത്തണമെങ്കിൽ ഡെയിലി പ്രാക്ടീസ് വേണം. കുറേ കാലത്തേക്ക് പ്രാക്ടീസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്നാണ് പറയുക അതിന്. നമ്മൾ കുറേ കാലത്തേക്കുള്ള ഒരു പ്രാക്ടീസ് വേണം. അതും നല്ല മനസ്സോടെ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ വരുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്, ഒരു അസുഖം ഉണ്ടാവില്ല, വി വിൽ ബി ഹാപ്പി. കാരണങ്ങളില്ല, ഫോർ നോ റീസൺ, ഹാപ്പിനെസ് ഫോർ നോ റീസൺ എന്നാണ് പറയുക. അതിൽ നമ്മളിപ്പോൾ കാത്തിക്കുകയല്ലേ, ഓരോരോ ഹാപ്പിനെസ്സിന് വേണ്ടി കാരണങ്ങൾ കാത്തിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഈ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ വിൽ ബി ഹാപ്പി ഫോർ നോ റീസൺ, വിൽ ബി ഹെൽത്തി ഫോർ നോ റീസൺ, ഇതൊക്കെ നമ്മളിൽ വന്നു ചേരും. അതുകൊണ്ട് എല്ലാവരും യോഗ പ്രാക്ടീസ് ചെയ്യുക, യോഗ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.